Hello. Hello. Online students audible ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. Am I audible? Yes, sir, audible. Yes, sir. Okay. So, നമ്മുടെ റൈസപ്പിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ ഇന്ന് തൊട്ട് വിൽ ബി ഹാവിംഗ് കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഓൺ എവറി ഫ്രൈഡേസ്. അപ്പോൾ നോർമലി നിങ്ങൾ സിവിൽ സർവീസ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും ടെൻഷനായി കാണുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു വർഷത്തോളം അല്ലെങ്കിൽ 10 മാസത്തോളം വരുന്ന കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, അത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ആ സമയത്ത് ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ച് തന്നെയാണ്. അപ്പോ നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കറണ്ട് അഫയേഴ്സിന് പത്രം വായിക്കണം എന്ന് എല്ലാവരും പറയുമ്പോൾ പത്രം നമുക്ക് ഇനീഷ്യൽ ഡേയ്സിൽ വായിച്ചു തുടങ്ങുമ്പോൾ ഇറ്റ് മൈ ടേക്ക് 2 hours 3 hours ഒക്കെ പോകുന്ന പോലെ തോന്നും. അത് കഴിഞ്ഞ് പിന്നെയും നോട്ട് എടുക്കാനായിട്ട് വീണ്ടും ഒരുപാട് സമയം പോകുന്നതായിട്ട് തോന്നും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആദ്യത്തെ ഒരു 3 hours എല്ലാവരും പറയുന്നതുകൊണ്ട് നമ്മൾ ഇരുന്ന് പത്രം വായിക്കുകയും അതേപോലെ നോട്ട് എടുക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും, ഇത് എഴുതുന്നുണ്ടോ വായിക്കുന്നുണ്ടോ, ഇത്ര സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും തോന്നുന്നില്ല. കാരണം എന്താ, നമ്മൾ എഴുതി വെക്കുന്നേ ഉള്ളൂ ഈ സാധനം, പിന്നെ നമുക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ഒരു ചോദ്യം വന്നാൽ നമ്മൾ വായിച്ച കറണ്ട് അഫയേഴ്സ് ആയ കൂടി നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ പയ്യെ എന്ത് ചെയ്യും, വി സ്ലോലി മൂവിങ് ടുവേർഡ്സ് ദി കമ്പൈലേഷൻസ് മാഗസീനിലേക്ക് പോകും. അപ്പൊ മാഗസീൻ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ആൻ ആവറേജ് ഒരു മാസത്തെ മാഗസീൻ എന്ന് പറഞ്ഞാൽ 80 to 100 pages ഉണ്ടാവും. ഈ 80 to 100 pages നമ്മൾ ഏത് മാഗസീൻ ആണെന്ന് തീരുമാനിച്ച് നമ്മളത് കണ്ടിന്യൂസ്ലി വായിക്കുന്നു. പഠിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കും, പക്ഷെ നമ്മൾ പഠിക്കുന്നില്ല, നമ്മളത് വായിക്കുക മാത്രമേ ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു 10 മാസത്തെ മാഗസീൻ നോക്കിക്കുന്ന ഏകദേശം 800 മുതൽ 1000 പേജുള്ള കണ്ടന്റ് എൻറിച്ച്ഡ് ആയ കുറെ മാഗസീൻ നമ്മൾ വായിക്കും. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുമോ? അൾട്ടിമേറ്റ്ലി അതുകൊണ്ടും ഗുണം ഉണ്ടാവില്ല. അപ്പൊ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിനോ മെയിൻസിനോ വരുന്ന ചോദ്യങ്ങളിൽ അത് അപ്ലൈ ചെയ്ത് അതിന് ഉത്തരം എഴുതാൻ പറ്റണം. അതാണ് കോൺസെപ്റ്റ്. അപ്പൊ UPSC പൊതുവെ കറണ്ട് അഫയേഴ്സിനെ പറ്റി ഡയറക്ട്ലി ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കറണ്ട് അഫയേഴ്സിന് ഡയറക്ട്ലി ആയിട്ട് ഹിറ്റ് ചെയ്തിട്ട് UPSC അങ്ങനെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാറുണ്ട്, പക്ഷെ വളരെ കുറവാണ്. കമ്പയർ ടു അതർ ക്വസ്റ്റിന്റെ ഷെയർ വളരെ കുറവാണ്. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ കറണ്ട് അഫയർ ഹിറ്റ് ചെയ്യുന്ന തീം എന്താണോ ആ കറണ്ട് അഫയേഴ്സിനെ പിക്ക് ചെയ്തുകൊണ്ട് ആ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കും, മേ ബി ഡെസർട്ടിഫിക്കേഷനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ റിപ്പോർട്ടിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുപരി ആ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് UPSC വിൽ ബി ആസ്കിങ് അസ് റിഗാർഡിംഗ് ഡെസർട്ടിഫിക്കേഷൻ, അതിന്റെ കോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയാണ് UPSC ചോദിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇപ്പൊ ആയുഷ്മാൻ ഭാരത് എന്നൊരു സ്കീം ഭാരത് എത്രത്തോളം സക്സസ്ഫുൾ ആയി, അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരതിന്റെ എന്തൊക്കെയാണ് അതിനിടയിൽ വരുന്ന കാര്യങ്ങൾ ചോദ്യങ്ങളുപരി UPSC വിൽ ബി ലിങ്കിങ് വിത്ത് ദ തീം ഓഫ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. അപ്പോൾ അങ്ങനെ ആ തീം ബേസ്ഡ് ആയിട്ടാണ് UPSC പൊതുവെ ചോദിക്കുക. അപ്പോൾ ആ തീം ഐഡന്റിഫൈ ചെയ്ത് ആ തീമിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഫോർ ദി മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഇനി പ്രിലിംസിന് സ്പെസിഫിക് ആയ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ചോദ്യങ്ങൾ വരാറുണ്ട്, എസ്പെഷ്യലി ഫ്രം സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീംസ്, അങ്ങനെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഫാക്ച്വൽ കണ്ടന്റ് ആണ് ഒട്ടുമിക്കതും ചോദിക്കുക. ആ ഫാക്ച്വൽ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം.
അപ്പൊ ഈ ഫാക്ച്വൽ കണ്ടന്റ് പഠിക്കണം എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രിലിംസ് എഴുതി കഴിയുമ്പോൾ വെൻ വി ഹാവ് ലോസ് ദി പ്രിലിംസ് നമുക്ക് തോന്നും ആ കറണ്ട് അഫയേഴ്സ് ഞാൻ പഠിക്കാത്തതുകൊണ്ട് ആ ഫാക്ട് എനിക്ക് ഓർമ്മ നിൽക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ തുടക്കം തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഫാക്ട് പഠിക്കുവാൻ നോക്കും. ഈ ഫാക്ട് നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെയും ഓർമ്മ അല്ലെങ്കിൽ അതിന്റെയും ആയുസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതും മറന്നുപോകും. സോ ബേസിക്കലി നമുക്ക് അങ്ങനെ പ്രിലിംസ് മോഡൽ ഓഫ് ഫാക്ച്വൽ കണ്ടന്റ് നമ്മൾ എത്ര വായിച്ചാലും പിന്നെയും മറന്നു പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ ശേഷം വെൻ വി മൂവ് ടുവേർഡ്സ് ദ പ്രിലിംസ് നമുക്ക് അതിനെ കൃത്യമായിട്ട് ഓരോ സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ ഓർമ്മ നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ലൈക്ക് ആസ് ദ പ്രോഗ്രാം പ്രോഗ്രസസ് കുറച്ച് കഴിയുമ്പോൾ, അതായത് പ്രിലിംസിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ആ രീതിയിൽ കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങും. അപ്പോൾ ബേസിക്കലി ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ നമ്മളിപ്പോൾ മെയിൻസ് ആണല്ലോ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻസിന് ആൻസേഴ്സ് ഏതാണ്? അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നടന്ന മെയിൻ സെൻട്രിക് ആയ ടോപ്പിക്സിനെ പിക്ക് ചെയ്തിട്ട് അതിന് നമുക്ക് മെയിൻസ് ലെവൽ ഓഫ് നോട്ട്സ് ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ള കാര്യം നോക്കുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഒരുപാട് ടോപ്പിക്സ് പഠിക്കുന്നതിനുള്ള കാര്യം ആ പിക്ക് ചെയ്യുന്ന ടീമിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിന് വേണ്ട ചോദിക്കാവുന്ന എല്ലാ ഡയമെൻഷനും കവർ ചെയ്യാന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ടോപ്പിക്. ഫസ്റ്റ് ടോപ്പിക് വാസ് ലൈക്ക് കഴിഞ്ഞൊരു ഫ്രൈഡേ തൊട്ട് ഈ തേഴ്സ്ഡേ വരെ ടോപ്പിക്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് വാസ് റിഗാർഡിംഗ് വേൾഡ് പോപ്പുലേഷൻ ഡേ. ഓക്കെ, വേൾഡ് പോപ്പുലേഷൻ ഡേ, ലൈക്ക് വി ഹാവ് എ വേൾഡ് പോപ്പുലേഷൻ ഡേ. അപ്പൊ ഈ വേൾഡ് പോപ്പുലേഷൻ ഡേ ഈ തവണത്തെ തീം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദി ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ്. യങ് പീപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു തീമായിരുന്നു വേൾഡ് പോപ്പുലേഷൻ ഡേ. വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നൊരു സംഭവത്തിനെ പറ്റിയല്ലേ UPSC ചോദിക്കാം. UPSC is going to ask about the population issues. ഇത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏത് പേപ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക? GS1 എവിടെ? സൊസൈറ്റിയിൽ പോപ്പുലേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ ജോഗ്രഫിയിലും ഒരു പരിധിവരെ വി ഹാവ് സം തിങ്സ്. അപ്പൊ ഇതിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് നിങ്ങൾ GS1 മാത്രമേ അപ്ലൈ ചെയ്യൂ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കേണ്ടത്. ഈ പോയിന്റ്സ് GS3 പലയിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടാവും. GS2 സോഷ്യൽ ലിസ്റ്റിൽ അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഒന്ന് മാപ്പ് ചെയ്തിട്ടാണ് പോകേണ്ടത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി പോപ്പുലേഷൻ. വിൽ സ്റ്റാർട്ട് വിത്ത് എന്താണ് വേൾഡിന്റെ കറന്റ് പോപ്പുലേഷന്റെ അവസ്ഥ, അതായത് ലോകത്തെ ഇന്നത്തെ പോപ്പുലേഷന്റെ അവസ്ഥ എന്താണ്? എന്നാൽ വേൾഡിലെ പോപ്പുലേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, എത്രയാണ്? പറഞ്ഞോ, വേൾഡിലെ പോപ്പുലേഷൻ എത്രയാ? അത് ഇന്ത്യയിലെ പോപ്പുലേഷൻ. വേൾഡിലെ പോപ്പുലേഷൻ എത്രയാ? വേൾഡ് പോപ്പുലേഷൻ ഇസ് അറൌണ്ട് 8 ബില്യൺ മേലെ ഇപ്പൊ പറയപ്പെടുന്ന വേൾഡ് പോപ്പുലേഷൻ ഇസ് അറൌണ്ട് 8.2 ബില്യൺ ആണ് വേൾഡിലെ ഗ്ലോബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ ഗ്ലോബൽ പോപ്പുലേഷൻ 8.2 ബില്യൺ ആയി ഉയർന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ അവർക്ക് അറിയാലോ 1.46 ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ പറയും ഇന്ത്യ എന്ന് പറയുന്നത് ഹോൾഡ്സ് അറൌണ്ട് 16% അല്ലെങ്കിൽ 16 to 17% ഓഫ് ദി ഗ്ലോബൽ പോപ്പുലേഷൻ. ഗ്ലോബൽ പോപ്പുലേഷൻ ഏകദേശം 17% ഹോൾഡ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ 17% ഇന്ത്യയിൽ വരുന്ന, ഇന്ത്യയിലേക്ക് നമുക്ക് പോവാം. ഈ 8.2 ബില്യൺ ആയി ഗ്ലോബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് ബേസിക്കലി സ്ലോയിങ് ഡൗൺ. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോയിങ് ഡൗൺ ആണ്. ലൈക്ക് ആ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദർ ഇസ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ഹൈ ഇൻകം ആൻഡ് ലോ ഇൻകം കൺട്രീസ്. അതായത് എല്ലായിടത്തും ഒരേപോലെയാണ് പോപ്പുലേഷൻ കുറയുന്നത്? അല്ല, ഹൈ ഇൻകം കൺട്രീസിൽ കുറയുന്ന പോലെയല്ല ലോ ഇൻകം കൺട്രീസിൽ കുറയുന്നത്. ലോ ഇൻകം കൺട്രീസിൽ ബേസിക്കലി പോപ്പുലേഷൻ സ്റ്റിൽ ഈസ് ഓൺ ഹയർ റേറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താണ് ഈ ഗ്ലോബൽ പോപ്പുലേഷൻ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പറയല്ലോ ഇന്ത്യയിൽ നമ്മൾ പറയും യങ് പോപ്പുലേഷൻ ആണ് കൂടുതൽ എന്ന് പറയുന്ന പോലെ, വേൾഡിലും ഓവർ 60% ഓഫ് ദി പോപ്പുലേഷൻ ഈസ് ഇൻ ദി ഏജ് ഓഫ് 15 to 64. അപ്പൊ ബേസിക്കലി ആ പ്രൊഡക്റ്റീവ് ഏജിൽ അല്ലെങ്കിൽ വർക്കിംഗ് ഏജിലെ പോപ്പുലേഷൻ ആണ് ഗ്ലോബൽ ലെവലിലും കൂടുതൽ, ഏകദേശം 60% അത് തന്നെ. ബട്ട് എൽഡർലി പോപ്പുലേഷനും ഇപ്പോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൽഡർലി പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ വളർന്നുകൊണ്ടിരിക്കുക എന്നർത്ഥം. അതായത് ഈ വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന പോപ്പുലേഷനും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിപ്പെൻഡിങ് പോപ്പുലേഷൻ കൂടുമ്പോൾ എന്താ പ്രശ്നം? പെൻഷൻ കൊടുക്കണം, ഹെൽത്ത് കെയർ, അതിനേക്കാൾ ഉപരി ആൾക്കാരുടെ സേവിങ്സ് കുറയും. എന്താ സേവിങ്സ് കുറയുന്ന പറയുന്നത്? എന്താ? ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ഇസ് നോട്ട് ഏർണിംഗ്. അപ്പൊ ഇവർ ഏൺ ചെയ്യുന്നതിന്റെ മേജർ ഷെയർ എവിടെ കൊടുക്കണം? ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ, മേ ബി കിഡ്സ് ആവാം അല്ലെങ്കിൽ എൽഡർലി ആവാം, അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരുമ്പോൾ ഒബ്വിയസ്ലി സേവിങ്സ് കുറയും. നോക്കാം. Then countries like Japan, Italy and South Korea face declining TFRs below 1.5, triggering aging concerns. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ടേം ആണ് TFR. എന്താണ് TFR? ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. എന്താ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്? അതായത് റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള വിമൺ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള വിമൺ അറ്റ് ആൻ ആവറേജ് എത്ര കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുന്നതാണ് എന്ത്? ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. എന്താണ് ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിന്റെ സിഗ്നിഫിക്കൻസ്? എന്താ അത് മെഷർ ചെയ്യുന്ന സിഗ്നിഫിക്കൻസ്? എന്താ? ഗ്രോത്ത് കാണിക്കാനുപരി
ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേജർ സംഭവം വെച്ചാൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു സംതിങ് വി കോൾഡ് ആസ് റീപ്ലേസ്മെന്റ് ലെവൽ. എന്താ റീപ്ലേസ്മെന്റ് ലെവൽ? റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മേ ബി 2 ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ടാണല്ലോ ഒരു കുട്ടി ഉണ്ടാവുന്നത്. ലൈക്ക് മോഡേൺ ഇത് മാറ്റി നിർത്തിയാൽ നോർമൽ ട്രെൻഡ് വെച്ച് അങ്ങനെ 2 പേര് കൂടി ചേരുമ്പോഴാണ് കുട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 2 പേര് വളർന്ന് വലുതായി അവർക്ക് പോലെ വേണം പുതിയ ഇൻഡിവിജ്വൽസ് വരാനായിട്ട്. അപ്പോൾ ആ റീപ്ലേസ്മെന്റ് ലെവൽ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന TFR എന്ന് പറഞ്ഞാൽ 2.1 ആണ്. 2.1 ഇൻ സെൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ 2 പേര് റീപ്ലേസ് ചെയ്ത് കൃത്യമായി റീപ്ലേസ് ചെയ്ത് പോകാൻ വേണ്ട ലെവൽ 2.1 ഫെർട്ടിലിറ്റി വേണമെന്ന് പറയാം. ഈ 0.1 കുറെ പ്രിമച്വർ ഡെത്ത് ഉണ്ടാവും, ആക്സിഡൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ മാർജിൻ കൊടുത്തിട്ടാണ് നമ്മൾ 2.1 എന്ന് പറയുന്നത്. അപ്പൊ 2.1 താഴേക്ക് ടോട്ടൽ ഫെർട്ടിലിറ്റി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് ലെവൽ എന്താണ്? കുറയുകയാണെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കുറയുകയാണെന്ന് അർത്ഥമുണ്ടോ അവിടുത്തെ? അല്ലെങ്കിൽ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വല്ലാതെ കുറയുന്നു, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ് ആണെന്ന് അർത്ഥമുണ്ടോ? എന്താ? ഞാൻ ചോദിക്കുക അത് എന്തുകൊണ്ടാണ്? ഓവറോൾ കണക്കാണ്. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ബേസിക്കലി 100 റീപ്രൊഡക്റ്റീവ് ഏജുള്ള വുമൺ ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2 ആണെങ്കിൽ അവിടുത്തെ ലൈക്ക് എത്ര കുട്ടികൾ വരുന്നുണ്ടാവും? അറ്റ് ആൻ ആവറേജ് 200 കുട്ടികൾ എന്ന രീതിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ സ്ഥലത്ത് 1000 റീപ്രൊഡക്റ്റീവ് ഏജുള്ള വുമൺ, അവരുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.5 ആണെന്ന് വിചാരിക്കുക. അവിടെ എത്ര പേര് വരുന്നുണ്ടാവും? 1500 പേര് വരുന്നുണ്ടാവും. സോ നമ്പർ ഓഫ് വിമൺ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം റീപ്ലേസ്മെന്റ് ലെവലിന് താഴെയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും എന്ത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇൻ ദി സബ് സഹാറൻ ആഫ്രിക്ക പോലെ സ്ഥലത്ത് TFR ഇസ് അബവ് 4. 4 മേലെയാണ് TFR കിടക്കുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് ഏജിൽ ഒരു വുമണിന് 4 കുട്ടികൾ വെച്ചുണ്ടാവുന്നു എവിടെ? ഈ പറയുന്ന സബ് സഹാറൻ ആഫ്രിക്ക. സോ ബേസിക്കലി വേൾഡിലെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഒരു ഐഡിയ കിടക്കുന്നത് ഇങ്ങനെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ചില രാജ്യങ്ങളിൽ 1.5, ചില രാജ്യങ്ങളിൽ ഇറ്റ് ഇസ് ബിലോ അബവ് 3 അല്ലെങ്കിൽ അബവ് 4 എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇഫ് യു ലുക്ക് അറ്റ് ദി ഗ്ലോബൽ പോപ്പുലേഷൻ, ഒരു ഏകദേശം ലൈക്ക് ഇത് ഹിന്ദുവിൽ വന്ന ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പെർട്ടിക്കുലർ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് പോപ്പുലേഷൻ 1950 തൊട്ട് ഈ പറയുന്ന 8 ബില്യണിലേക്ക് എത്തിയിട്ടുള്ളതെന്ന്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇൻ 1950 ദ പോപ്പുലേഷൻ ഇസ് ജസ്റ്റ് അബൌട്ട് 2 ബില്യൺ. അപ്പോൾ 75 വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വി റീച്ച് 8 ബില്യൺ എന്ന ലെവലിലേക്ക് എത്തിയത്. 2 ബില്യൺ 8 ബില്യണിലേക്ക് എത്തിയത്. ആൻഡ് യു ക്യാൻ സി 4 ബില്യൺ ഓഫ് ദി പോപ്പുലേഷൻ ഏകദേശം 1980 ആണ്. അതായത് ആദ്യത്തെ 30 ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ബില്യൺ 4 ബില്യൺ ആയത്. ദെൻ 1980 നമ്മൾ കടന്ന് 2020 ആകുമ്പോഴേക്കും വി റീച്ച് ഓൾമോസ്റ്റ് 8 ബില്യൺ. ഗ്രോത്ത് റേറ്റ് നോക്കുക, ഈ ഓറഞ്ച് കളർ കാണിച്ചിരുന്ന ഗ്രോത്ത് റേറ്റ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ബട്ട് നൗ ഗ്രോത്ത് റേറ്റ് ഈസ് ബേസിക്കലി ഷോയിങ് എ ഡിക്ലൈനിങ് ട്രെൻഡ്. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ പോപ്പുലേഷന്റെ എത്ര പെർസെന്റ് പോപ്പുലേഷൻ ആണ് കൂടുന്നത്? റേറ്റ് ആണ് പറയുന്നത്. റേറ്റ് ഈസ് ഓൺ എ ഡിക്ലൈനിങ് ട്രെൻഡ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവിടുന്ന് ഹിറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഗ്രോത്ത് റേറ്റ് ഡിക്ലൈനിങ് ആണ്, പോപ്പുലേഷൻ 8.2 ബില്യൺ ആയി. ഈ പറയുന്ന TFR എന്ന് പറഞ്ഞാൽ സ്ക്യൂഡ് ആണ്. ഫോർ എക്സാമ്പിൾ ജപ്പാൻ, കൊറിയ പോലെ സ്ഥലത്ത് 1.5 ആണെങ്കിൽ നേരെ മറിച്ച് സഹാറ പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇറ്റ് ഈസ് അബൌട്ട് 3 എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പക്ഷെ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി എന്ന രീതിയിലാണ് പൊതുവെ സ്റ്റേറ്റ്മെന്റ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബൽ പോപ്പുലേഷൻ കൂടുതൽ നമ്മൾ നോക്കേണ്ട ആരെ പറ്റിയാ? നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷനെ പറ്റിയിട്ടാണ്. ലുക്ക് അറ്റ് ഇന്ത്യസ് പോപ്പുലേഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് വെച്ചിട്ട് വാട്ട് ഈസ് അവർ പോപ്പുലേഷൻ? ഹൗ പോപ്പുലേഷൻ ഇസ് സെറ്റ് ടു ബി 146 ബില്യൺ ആണെന്ത് നമ്മുടെ കറന്റ് പോപ്പുലേഷൻ നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു പീക്ക് to 170 crores in 40 years before stabilizing. 170 crores വരെ 1.7 ബില്യൺ വരെ നമ്മുടെ പോപ്പുലേഷൻ ഉയരും. പിന്നെ അവിടെ നമ്മൾ സ്റ്റേബിലൈസ് ആവും എന്ന് പറഞ്ഞു. അതായത് ഗ്രോത്ത് റേറ്റ് ഒന്ന് ഏകദേശം ലൈക്ക് 0 എന്ന രീതിയിലൊക്കെ പിന്നെ നെഗറ്റീവിലേക്ക് പോവാം. നമുക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 2080 2090 ആവുമ്പോഴേക്കും നമ്മൾ ബേസിക്കലി വി ആർ ഗോയിങ് ടു ബിക്കം ദി നമ്മൾ പ്രിലിംസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? അത് തെറ്റാന്ന് എടുക്കും. കാരണം ചൈനന് ഇപ്പോൾ ഓവർടേക്ക് ചെയ്തുള്ളൂ, അപ്പോഴേക്കും ഡബിൾ ആവുമെന്ന്. അതെന്താ പ്രശ്നം വെച്ചാൽ ചൈനയുടെ പോപ്പുലേഷൻ റേറ്റ് എന്താ? ഗ്രോത്ത് റേറ്റ് ഡിക്ലൈനിങ് ആണ്, നെഗറ്റീവിലാണ്. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആണ്. വേൾഡ് ബാങ്ക് പറയുന്ന നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇസ് അറൌണ്ട് 0.8 എന്ന രീതിയിലാണ് വരുന്നത്. 0.8 എന്ന രീതിയിലാണ് നമ്മുടെ ആനുവൽ പോപ്പുലേഷൻ റേറ്റ് വരുന്നത്. ഓക്കെ, ഇന്ത്യയുടെ TFR നോക്കിക്കഴിഞ്ഞാൽ 2.1 റീപ്ലേസ്മെന്റ് ലെവൽ ഉണ്ടല്ലോ. ഇന്ത്യ ലാർജസ്റ്റ് പോപ്പുലേഷൻ കൺട്രിയാണ്. പോപ്പുലേഷൻ ഇത്ര കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും TFR ഇസ് ഓൾസോ ഹൈ. ബട്ട് അല്ല, ഇന്ത്യയുടെ TFR എന്ന് പറഞ്ഞാൽ കറന്റ് ഈസ് ഇറ്റ് 1.9. 2ന് താഴെയാണ് നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്.
ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള വിമൺ ഒരുപാടുള്ളത് കൊണ്ട് 2 ആയാലും 1 ആയാലും ഈ പറയുന്ന കുട്ടികളുടെ എണ്ണം എന്തായിരിക്കും, കൂടുതൽ തന്നെ ആയിരിക്കും. ആ ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. ആൻഡ് എങ്ങനെയാണ് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുക? യൂത്ത് അറൌണ്ട് 24%, 0 to 14 years. Teens around 17%, 10 to 19. Working age 50 to 64, അവര് 68%. അപ്പൊ നമ്മളുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി മേജർ ചങ്ക് ദാറ്റ് ഓക്യുപ്പൈസ് അറൌണ്ട് 64%. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 64%ഓളം വരുന്ന വർക്കിംഗ് ഏജ് ആൻഡ് എൽഡർലി ഈസ് 7%. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ യൂത്ത് പ്ലസ് എൽഡർലി വേണമെങ്കിൽ ഏകദേശം ഒരു 31% പ്ലസ് 17 ടീൻസിനെ നമ്മൾ എന്തിനാ കണക്കാക്കുന്നത്? ഡിപ്പെൻഡന്റ് പോപ്പുലേഷനിലാണ് കണക്കാക്കുന്നത്. സോ വി ക്യാൻ സേ അറൌണ്ട് ഒരു 47% ആണ് എന്ത്, ഇന്ത്യയുടെ ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ എന്ന് വരുന്നത്. അതായത് ഏജും യങ്ങുമായിട്ട് അറൌണ്ട് 47% ഈസ് അവർ ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. ആൻഡ് ഈ പോപ്പുലേഷനിൽ വരുന്ന മറ്റു കാര്യങ്ങൾ എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്ടൻസി നോക്ക്. മെൻ ആണ് വുമൺ ആണ് ലൈഫ് എക്സ്പെക്ടൻസി കൂടുതൽ? വുമൺ ആണ്. Men is around 71 years, women around 74 years, and dependency ratio stands at 47%. അതായത് ഓരോ 100 വർക്കിംഗ് ഏജ് ഇൻഡിവിജ്വലിനും ഡിപ്പെൻഡ് ചെയ്ത് എത്ര പേരുണ്ട്? 47 പേരുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഓരോ 100 പേരും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 47 പേരുണ്ട്. ഓക്കെ, 100 പേര് ഡിപ്പെൻഡ് ചെയ്യാൻ 47 പേര് എന്ന് പറയുമ്പോൾ ഏകദേശം ലൈക്ക് 2 പേർക്ക് ഒരാളെന്ന രീതിയിൽ ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. ആൻഡ് വാട്ട് ഇസ് അവർ പോപ്പുലേഷൻ ഡെൻസിറ്റി? 464 per square kilometer. 2011 സെൻസസ് പ്രകാരം ഇറ്റ് വാസ് 382. ഇപ്പൊ നമ്മളത് കറണ്ട് കണക്ക് അനുസരിച്ച് 464 ഉണ്ടെന്നാ പറയുന്നത്. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലും പ്രശ്നമുണ്ട്. ഇറ്റ് ഈസ് ഭയങ്കര ഡിസ്പാരിറ്റിയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2011 സെൻസസിലെ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലം ഏതാണെന്ന് അറിയോ? എവിടെയാ? ഏത് സ്റ്റേറ്റാ? അങ്ങനെ പറയാലോ, ഗസ്സി. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയായിരിക്കും? അരുണാചൽ പ്രദേശിലാ. എത്രയായിരുന്നു അറിയോ? 17 ആണ്. 17. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയായിരിക്കും? യു പി അല്ല. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് സ്ഥലത്ത് കുറെ പോപ്പുലേഷൻ. അങ്ങനെയുള്ളത് എവിടെയാ? യൂണിയൻ ടെറിട്ടറിയാണ്. ഡൽഹിയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് അറിയോ? ഇറ്റ്സ് അറൌണ്ട് 11,000. അതായത് 11,000 ആണ് 2011 പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇപ്പോ അരുണാചൽ പ്രദേശിൽ 17, ഡൽഹിയിൽ 11,000. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് കോട്ട് ചെയ്യാവുന്ന പോയിന്റ്സ് ആണ് എന്ത്, ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇന്ത്യ ഇത്ര വലിയ പോപ്പുലേഷൻ വരുന്ന ഒരു രാജ്യമാകുന്നു? വൈ ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ? എന്താണ് അതിന്റെ ഫാക്ടേഴ്സ്? ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെയൊക്കെ അറിയായിരിക്കും. ഞാൻ ജനറൽ ആയ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആയതുകൊണ്ട്. സോ വി ഹാവ് സെവറൽ റീസൺസ്. ഒന്നാമത് ഇഫ് ഐ കൺസിഡർ ദി സോഷ്യൽ റീസൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഫെർട്ടിലിറ്റി റേറ്റ് ആൻഡ് വിമൺ ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള വിമന്റെ എണ്ണം നമ്മൾ പറയുമ്പോൾ പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴും എണ്ണം വളരെ ഹ്യൂജാണ്. സോ ബേസിക്കലി അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളും എണ്ണവും കൂടുതലായിരിക്കും. ദെൻ ലോ ലിറ്ററസി റേറ്റ്സ് അമംഗ് വിമൻ, ചൈൽഡ് മാരേജ്, ലോ ഡെത്ത് റേറ്റ്സ്. ഇതൊക്കെ എന്താണ്? സോഷ്യൽ ആണ്. അതായത് ഏർലി മാരേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ചാൻസ് ഓഫ് ഏർലി ഫസ്റ്റ് കിഡ്. ഏർലി ഫസ്റ്റ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലൈക്ക് വിമൻ അവരുടെ മാക്സിമം റീപ്രൊഡക്റ്റീവ് ഏജിൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. ദാറ്റ് മീൻസ് ദർ വിൽ ബി മോർ കിഡ്സ്. ഓക്കെ, അതൊരു കാരണമാണ്. Then we have cultural factors like sun meta preference. എന്താ sun meta preference? മെയിൽ ചൈൽഡ് വേണം. ലൈക്ക് നമ്മൾ കൾച്ചറലി പറയുമ്പോൾ ലെഗസി കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ മേ ബി ഈ ലൈക്ക് ഇപ്പൊ ഹിന്ദു കൾച്ചർ പ്രകാരമാണെങ്കിൽ സ്ലൈഡ് മാറുന്നില്ല. ഓക്കെ, 1 second. മാറുന്നില്ല, ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൺ മെറ്റാ പ്രിഫറൻസ്. എന്താ സൺ മെറ്റാ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി വേണം എന്നുള്ളൊരു പ്രിഫറൻസ്. അപ്പൊ ഈ സൺ മെറ്റാ പ്രിഫറൻസ് കാരണം എങ്ങനെയാണ് പോപ്പുലേഷൻ കൂടുക? they try to get a male child, so repeatedly female childs വന്നുകൊണ്ടിരുന്ന they again try for male child.
രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാൻ വേണ്ടി ശ്രമിക്കും, അത് പെൺകുട്ടിയാണെങ്കിൽ പിന്നെയും ശ്രമിക്കും. അങ്ങനെ ചിലപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു. സോ സൺ മെറ്റാ പ്രിഫറൻസ് ഇസ് എ മേജർ തിങ്. ആൻഡ് റിലീജിയസ് ബിലീഫ്സ്, അതായത് പല റിലീജിയനിലും ബേസിക്കലി കോൺട്രസെപ്ഷൻസ് ഉപയോഗിക്കുന്നതിനൊക്കെ എതിരാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ലൈക്ക് റിലീജിയസ് ബിലീഫ് ഒരു കാരണമാണ്. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. പോവേർട്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാ? പോവേർട്ടി എന്ന് പറയുമ്പോൾ ലൈക്ക് ഒട്ടുമിക്ക അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയിലും കൂടുതൽ കുട്ടികൾ മീൻസ് കൂടുതൽ ലേബർ ഫോഴ്സ് ഓർ കൂടുതൽ ഏർണിംഗ് മെമ്പേഴ്സ്. അപ്പൊ മോർ ഏർണിംഗ് മെമ്പേഴ്സിനെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ദേ വിൽ ഹാവ് മോർ കിഡ്സ്. അത് മാത്രമല്ല അവർക്ക് അവയർനെസ് കുറവായിരിക്കും, കോൺട്രസെപ്ഷൻ വേണ്ടി പൈസ ചെലവാക്കാൻ അവർ ചെയ്യില്ല. സോ ബേസിക്കലി ദേ ഹാവ് മോർ ചിൽഡ്രൻ. ആൻഡ് ഓൾസോ ലാക്ക് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ദ സെൻസ് ലൈക്ക് കുട്ടികൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് ബെറ്റർ ആകുമെന്ന് വിശ്വസിച്ചിട്ട് ലൈക്ക് ദേ ഓൾസോ ബിലീവ് ഇൻ അങ്ങനത്തെ ഒരു വിശ്വാസത്തിന്റെ പുറത്തും എന്താണ്? വി ഹാവ് മോർ കിഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ രീതിയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ആർ ദി ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്? ഈ പോപ്പുലേഷൻ കൺട്രോളിന്റെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? കുറച്ച് പ്രോഗ്രാംസ് നമുക്ക് പേരുകൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. നിങ്ങൾ നോട്ട് നോക്കിയാൽ മതി. വി ഹാവ് നാഷണൽ പോപ്പുലേഷൻ പോളിസി. ഏത് വർഷം? 2000 നാഷണൽ പോപ്പുലേഷൻ പോളിസി നമ്മൾ കൊണ്ടുവന്നിരുന്നു. നാഷണൽ പോപ്പുലേഷൻ പോളിസി ഒരു പരിധി വരെ സക്സസ്ഫുൾ ആണ്. നമുക്ക് ഈ TFR ഒക്കെ 2 മേലെ ആയിരുന്നു കുറയ്ക്കാനൊക്കെ സാധിച്ചത് നാഷണൽ പോപ്പുലേഷൻ പോളിസി വന്നതിന് ശേഷമാണ്. സോ ടു അഡ്രസ് ദി അൺമെറ്റ് നീഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് പേഴ്സണൽ പോലുള്ള കാര്യങ്ങൾക്ക് നാഷണൽ പോപ്പുലേഷൻ പോളിസി കൊണ്ടുവന്നു. മിഷൻ പരിവാർ വികാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫെർട്ടിലിറ്റി ഡിസ്ട്രിക്ട്സിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടേക്ക് വേണ്ട കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ് കൊടുക്കുന്നതാണ് എന്ത്? മിഷൻ പരിവാർ വികാസ്. സോ പരിവാർ വികാസ് ഇസ് ബേസിക്കലി ലൈക്ക് കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ് ഹൈ ഫെർട്ടിലിറ്റി ഡിസ്ട്രിക്ട്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് കൊടുക്കുക. ദെൻ ഹോം ഡെലിവറി ഓഫ് കോൺട്രസെപ്റ്റീവ് ബൈ ആശാസ്. ഓക്കെ, ആശാ വർക്കേഴ്സിനെ കൊണ്ട് ലൈക്ക് ഹോം ഡെലിവറി കൊടുക്കുക, എന്താ കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ്. അപ്പൊ എല്ലാവർക്കും അതിലേക്ക് ആക്സസ് കിട്ടുന്ന ഉറപ്പുവരുത്തുക. ദെൻ പ്രേരണ സ്ട്രാറ്റജി എന്തിനാണ്? വിമന്റെ അല്ലെങ്കിൽ ഫീമെയിൽസിന്റെ ഏജ് ഓഫ് മാരേജ് കൂട്ടുക. ഏജ് ഓഫ് മാരേജ് കൂട്ടി കഴിയുമ്പോൾ എന്താണ്? അവരുടെ ഫസ്റ്റ് ചൈൽഡിനെ ഡിലേ ചെയ്യുക. അപ്പോൾ മാരീഡ് ലൈഫിൽ അവർക്ക് റിപ്രൊഡക്റ്റീവ് ഏജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? കുട്ടികളുടെ എണ്ണവും കുറയ്ക്കും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസിന്റെ പേരുകൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി വരുന്ന ടേം ആണ് എന്ത്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ. എന്താ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? എന്താ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? വർക്കിംഗ് ഏജില് പൊതുവെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്നാണ്. അതായത് ഈ പറഞ്ഞ 15 to 60 അല്ലെങ്കിൽ 18 to 16 ഇയേഴ്സിൽ വരുന്ന എത്ര പോപ്പുലേഷൻ ഉണ്ട്, അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാ. അതല്ല ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഡിവിഡൻഡ് കിട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിന്റെ റിട്ടേൺസ് കിട്ടുക എന്നുള്ളത്. അപ്പൊ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് അത് എക്കണോമിയിൽ എത്രത്തോളം ഗ്രോത്തിന് കാരണമാകും എന്ന് പറയുന്നതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അല്ലാതെ വർക്കിംഗ് ഏജ് പോപ്പുലേഷന്റെ ഷെയർ അല്ല ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇറ്റ് ഈസ് ദി economic growth potential that can result from shifts in population age structure, mainly when share of working age population is larger than the non-working age share of population. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ വരുന്നത്, അല്ലാതെ വർക്കിംഗ് ഏജ് പോപ്പുലേഷന്റെ ഷെയർ അല്ല. ഇറ്റ് ഇസ് ദി എക്കണോമിക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന കാര്യം ഓർത്തു വെക്കാം. അപ്പൊ ഇന്ത്യയിലെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ പറ്റി നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ, അതേപോലെ പിന്നെ ചോദിക്കുന്നത് എന്താ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എങ്ങനെയാണ് നമുക്കൊരു ഡെമോഗ്രാഫിക് ബോംബ് ആവുന്നത്. എന്താ ഡെമോഗ്രാഫിക് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അതർ സൈഡ്, ഇത് എങ്ങനെ നമുക്കൊരു പ്രശ്നമാകുന്നു, ഇതിന്റെ അതർ സൈഡ് എന്താണെന്ന രീതിയിലാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് നോക്കണം വാട്ട് ആർ ദി ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഹൈ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെ എന്ന രണ്ട് രീതിയിലാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ റിഗാർഡിംഗ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്. ഇതൊക്കെ നിങ്ങൾ ഒരുവിധം സൊസൈറ്റിക്ക് വേണ്ടി നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ബെനിഫിറ്റ്സ് എന്താണ്? ഏറ്റവും മേജർ ബെനിഫിറ്റ് എന്താ? ലേബർ ഫോഴ്സ് അല്ലെ, ഹൈ ലേബർ ഫോഴ്സ്. പറയപ്പെടുന്നത് കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 521 മില്യൺ പീപ്പിൾ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലേബർ ഫോഴ്സ് കൂടുതലാണ്. 521 മില്യൺ പീപ്പിൾ ഇൻ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്ക് അത്രയും കൂടുതൽ ലേബർ, അത്രയും വർക്കിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. ദെൻ പോപ്പുലേഷൻ കൂടുമ്പോൾ വർക്കിംഗ് ഏജ് കൂടുമ്പോൾ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താവും? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എക്കണോമിക് ഗ്രോത്ത് വരും. എക്കണോമിക് ഗ്രോത്ത് വന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് വരും. സോ വി ഹാവ് ദിസ് എക്കണോമിക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. എങ്ങനെ? കൺസ്യൂമർ മാർക്കറ്റ് കൂടുന്നു. കൺസ്യൂമർ മാർക്കറ്റ് കൂടി കഴിയുമ്പോൾ വി ഹാവ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത്. ഇത് നോക്കുക, ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് ക്യാൻ അൺലോക്ക് $1 trillion GDP ബൂസ്റ്റ് ബൈ 2030. അപ്പൊ നമ്മൾ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിന് നമുക്ക് എന്തായാലും എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ? എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും സ്കില്ലിംഗിലും ഇൻവെസ്റ്റ് ചെയ്തല്ലോ. അപ്പൊ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയപ്പെടുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ $1 trillion GDP ബൂസ്റ്റ് ബൈ 2030 ആണ്.
Then we have increased savings due to decline in dependent population. നമ്മൾ നേരത്തെ പറഞ്ഞു dependent population കുറയുമ്പോൾ സേവിങ്സ് കൂടാനുള്ള പോസിബിലിറ്റി. Then we have boost to innovation and entrepreneurial spirit. Okay, and നമുക്ക് ലൈക്ക് കൂടുതൽ പോപ്പുലേഷൻ വരുമ്പോൾ ലൈക്ക് പറഞ്ഞ പോലെ വർക്കിംഗ് ഏജ് ആകുമ്പോൾ കൂടുതൽ ഇന്നോവേഷൻ വരും, എന്റർപ്രണേഴ്സ് വരും. സോ അഗെയിൻ എക്കണോമിക് ഗ്രോത്ത് കാരണമാവുന്നു. സോ അതിലൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഹാസ് ദി തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആഫ്റ്റർ USA ആൻഡ് ചൈന. USA ചൈന കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആർക്കാണുള്ളത്? ഇന്ത്യക്കാണുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞത്. സം ഓഫ് ദി പോയിന്റ്സ് റിഗാർഡിംഗ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇനി എന്താണ് ഈ ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ? എങ്ങനെ അത് ഡിസാസ്റ്റർ ആയി മാറുന്നത്? എങ്ങനെ അതൊരു പ്രശ്നമായി മാറുന്നത്? പോപ്പുലേഷൻ കൂടുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മൾ ലേബർ ഫോഴ്സ് എന്ന് അവിടെ നമ്മൾ ഗുണം എന്ന് പറഞ്ഞ പോലെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ അതർ സൈഡ് പറയാൻ പറ്റും. എന്താണ് അതിന്റെ അതർ സൈഡ്? പറഞ്ഞു. ഈ വർക്ക് ചെയ്യാനുള്ള പോപ്പുലേഷൻ ഉണ്ട്, ദാറ്റ്സ് ഫൈൻ. അവർക്ക് ചെയ്യാനുള്ള വർക്ക് വേണ്ടേ? എംപ്ലോയ്മെന്റ് ആണ് വൺ ഓഫ് ദി മേജർ ഇഷ്യൂ. അതായത് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അൺഎംപ്ലോയ്മെന്റും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നത്? ഈ ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞ കാര്യം, എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞ കാര്യം, ഇതൊക്കെ ഉൾട്ടയാവും. സോ അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? അൺഎംപ്ലോയ്മെന്റ്, അണ്ടർ എംപ്ലോയ്മെന്റ് ആൻഡ് ലോ എംപ്ലോയബിലിറ്റി. എന്താ അണ്ടർ എംപ്ലോയ്മെന്റ്? നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതായത് വർക്ക് പോസിബിലിറ്റീസ് കുറയുമ്പോൾ നമ്മൾ കിട്ടുന്ന വർക്ക് ചെയ്തു തുടങ്ങും. നമ്മുടെ ക്വാളിഫിക്കേഷനോ സ്കില്ലിനോ മാച്ച് ചെയ്യുന്ന ജോബ് അല്ലെങ്കിലും അതിന് താഴെയുള്ള വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിനെയോ അല്ലെങ്കിൽ നമ്മളുടെ യൂട്ടിലിറ്റി കൃത്യമായിട്ട് അവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല. അതാണ് സംഭവം. ദെൻ ലോ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ലോ എംപ്ലോയബിലിറ്റി? അത് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേൾക്കുന്ന ഒരാൾക്കാരാണ് ഇപ്പൊ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ. ഓക്കെ, എഞ്ചിനീയർ ആണ്, പക്ഷേ വണ്ടി ഒന്ന് കേടായി കഴിഞ്ഞാൽ ബോണറ്റ് തുറക്കാൻ അറിയില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, പക്ഷെ വയർ കൂട്ടി പിരിക്കാൻ അറിയില്ല എന്ന് പറയില്ലേ. സോ ബേസിക്കലി ദേ ഹാവ് ദി ഗ്രാജുവേഷൻ ബട്ട് ദേ ഡോണ്ട് ഹാവ് ദി ഓൺ ഫീൽഡ് ട്രെയിനിങ്, അല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ അവരെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവമില്ലാതെ. സോ ലോ എംപ്ലോയ്മെന്റ് നോക്കുക, പെർസെന്റ് ഓഫ് യൂത്ത് ഇൻവോൾവ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഡിക്ലൈൻ ടു 37%. കാരണം എന്താ? പോസിബിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട്. രണ്ടാമത് ഏജിങ് പോപ്പുലേഷൻ. ഏജിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഡിപ്പെൻഡന്റ് പോപ്പുലേഷന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു. ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വർക്കിംഗ് ഏജ് ആയി നിൽക്കുന്നവർ പയ്യെ എങ്ങടാ പോകുന്നത്? ഏജിങ് പോപ്പുലേഷനിലേക്കാണ് പോകുന്നത്, അല്ലെ? സോ ഇന്ത്യസ് എൽഡർലി പോപ്പുലേഷൻ ഇസ് ഗ്രോയിങ് റാപ്പിഡ്ലി വിത്ത് എ ഡിക്രീഡ് ഗ്രോത്ത് ഓഫ് 41% by 2050. Over 20% of India's population will be elderly. 2050 ആകുമ്പോഴേക്കും 20% പോപ്പുലേഷൻ എന്തായിരിക്കും? എൽഡർലി ആയിരിക്കും. ഓക്കെ, 2050 ആകുമ്പോൾ എന്റെ അവസ്ഥ ഞാൻ ഇതിൽ ചെയ്ത് വരാൻ നോക്കിയോ? ആയിട്ടില്ല. ദെൻ റിസോഴ്സ് സ്കേഴ്സിറ്റി. എന്താ റിസോഴ്സ് സ്കേഴ്സിറ്റി? ഇത്രയും പോപ്പുലേഷൻ കൂടുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് മീറ്റ് ചെയ്യാൻ വേണ്ട റിസോഴ്സ് വേണം. വെള്ളം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ അത് ആക്ച്വലി അത് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫുഡ് അത് മീറ്റ് ചെയ്യാൻ പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ വാട്ടർ സ്ട്രെസ് ഇഷ്യൂസ് ഉണ്ടാവും, അൺപ്ലാൻഡ് അർബനൈസേഷൻ, ലോവർ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ദെൻ അസിമെട്രിക് ഡെമോഗ്രഫി. എന്താ അസിമെട്രിക് ഡെമോഗ്രഫി? ഇതൊക്കെ കീവേഡ്സ് നമുക്ക് കൊടുക്കാവുന്ന. എന്താ അസിമെട്രിക് ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ പോപ്പുലേഷൻ ഇന്ത്യയിൽ 1.46 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ? അല്ല, ചില ഭാഗത്ത് കൂടുതൽ, ചില ഭാഗത്ത് കുറവ്. ഞാൻ ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ വേരിയേഷൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ലൈക്ക് ആകുമ്പോൾ ചില ഭാഗത്തേക്ക് കൂടുതൽ റിസോഴ്സും കാര്യങ്ങളും വേണ്ടി വരും, ചില ഭാഗത്തേക്ക് കുറച്ച് മതി എന്നൊരവസ്ഥ വരും. അത് മാത്രമല്ല, ചില ഭാഗത്ത് ഡിമാൻഡ് വിൽ ബി സോ ഹൈ ദാറ്റ് അത് ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു റീജിയന് ബേസിക്കലി മീറ്റ് ചെയ്യാവുന്നൊക്കെ കൂടുതൽ ഡിമാൻഡ് വരും. ഫുഡ് ആയാലും എല്ലാ കാര്യങ്ങളായാലും, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ലൈക്ക് മീറ്റ് ചെയ്യാവുന്നൊക്കെ വളരെ കൂടുതൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും പ്രശ്നമാണ്. അവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? അസിമെട്രിക് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ആർ ദി ഇഷ്യൂസ് ഡ്യൂ ടു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഹൈ ആവുന്നതിന്റെ ഇഷ്യൂ ആണ്. നമുക്ക് ഫേസ് ചെയ്യേണ്ട കുറച്ച് പ്രശ്നങ്ങളാണിത്. അപ്പൊ ഇത് നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് എന്താക്കി കളക്കാൻ പറ്റും? ഇറ്റ് വിൽ ബി സെഡ് ആസ് ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ. ദെൻ മറ്റൊരു കാര്യം കൂടി ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ, ഗ്രോത്ത് ഓഫ് ഇൻഫോർമൽ എക്കണോമി. എന്താ ഇൻഫോർമൽ എക്കണോമി? ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നൊക്കെ പറയുമ്പോൾ എന്തത്? ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ഒരു എന്താ പറയാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ജോബ് ഇല്ലാത്തൊരവസ്ഥ വരും. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ജോബ്സ് ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, വേരിയിങ് ആവാം. പെൻഷൻ പോലുള്ള ലൈക്ക് സെക്യൂരിറ്റി സംഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമൽ സെക്ടറിലാണ് ഏകദേശം 216 മില്യൺ പീപ്പിൾ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. സോറി, ഇന്ത്യയുടെ 80% പോപ്പുലേഷൻ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. അറൌണ്ട് 216 മില്യൺ പീപ്പിൾ ഈസ് ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പൊ ഇൻഫോർമൽ എക്കണോമി വളർന്നതും എന്താണ്?
പ്രശ്നമാണ്. കാരണം അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റിയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഇല്ല മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ആർ ദി ഇഷ്യൂസ് ഓർ വിച്ച് ക്യാൻ ലീഡ് ടു എ ഡെമോഗ്രാഫിക് ഡിസാസ്റ്റർ. അപ്പൊ എന്തൊക്കെയായിരിക്കും ഇതിന്റെ വേ ഫോർവേഡ്? വേ ഫോർവേഡ് ഞാൻ എഴുതിയിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു ഡിസ്കഷൻ പോലെ ഒന്ന് പറയും. എന്തൊക്കെയായിരിക്കും വേ ഫോർവേഡ്? എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുമില്ല, നമ്മൾ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല, ഇനി അതിനെ അഡ്രസ് ചെയ്താൽ മതി, അതാണ് വേ ഫോർവേഡ്. അപ്പൊ ഇഷ്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ വേ ഫോർവേഡ് നമുക്ക് അതിനൊപ്പം തന്നെ പഠിക്കാൻ പറ്റണം, അങ്ങനെ മാച്ച് ചെയ്ത് പഠിക്കണം. അപ്പൊ എന്താ വേ ഫോർവേഡ് എന്ന് പറഞ്ഞു നോക്കി, എന്തൊക്കെ ചെയ്യാൻ പറ്റുക? നമ്മൾ പറഞ്ഞ ഇഷ്യൂസ് വെച്ചിട്ടൊന്ന് പറയാൻ ചെയ്യുന്നത് കേട്ടില്ലായിരുന്നു. ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് എഡ്യൂക്കേഷൻ, സ്കിൽ ട്രെയിനിങ് ഒക്കെ. ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷനും സ്കിൽ ഡെവലപ്മെന്റും. അതിന് ഗവൺമെന്റ് ചെയ്ത ഏതെങ്കിലും പ്രോഗ്രാംസ് പറയാൻ പറ്റുമോ? എഡ്യൂക്കേഷൻ വേണ്ടി ചെയ്തോ? എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു, സർവശിക്ഷ അഭിയാൻ വന്നു, അങ്ങനത്തെ പ്രോഗ്രാം പറയാം. സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിട്ടോ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ലെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റുക? ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ ഹെൽത്ത് സെക്ടറിൽ ഇംപ്രൂവ് ചെയ്യാം. എങ്ങനെ ഹെൽത്ത് സെക്ടറിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക, പിന്നെ ആയുഷ്മാൻ ഭാരത് പോലുള്ള ഇൻഷുറൻസ് സ്കീം ആൾക്കാർക്ക് കൂടുതൽ ഹെൽത്ത് കവറേജ് കൊണ്ടുവരിക. പിന്നെ ഹെൽത്ത് സെക്ടർ കഴിഞ്ഞാൽ സ്കിൽ ഇംപ്രൂവ് ചെയ്ത് എഡ്യൂക്കേഷൻ കൊടുത്തു, ഇനി അവർക്ക് എന്ത് വേണം? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരണം, അല്ലെ? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരണം. ദെൻ എന്റർപ്രണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത് വരണം, അല്ലെ? എല്ലാവർക്കും കൊണ്ടുവരുന്ന ഇൻക്ലൂസീവ് ഗ്രോത്ത് വരണം. ഇത്രയും പോപ്പുലേഷൻ കൂടുമ്പോൾ ഇവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരണം. ഫോർമൽ സെക്ടറിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വി ക്യാൻ മെൻഷൻ ആസ് ദി വേ ഫോർവേഡ് ആയിട്ട് മെൻഷൻ ചെയ്യാം. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് എന്ത് ചെയ്യണം? നമ്മളൊന്ന് പഠിച്ചു വെക്കണം. എല്ലാ കാര്യങ്ങളും ബൈ ഹാർട്ട് പഠിക്കാനല്ല, ബട്ട് ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഈ പറയുന്ന ഡേറ്റ ഒക്കെ ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ്. ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ സൊസൈറ്റി, അതേപോലെ സോഷ്യൽ ജസ്റ്റിസ് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ കൊടുക്കാനുള്ളത് മാറ്റി വെക്കുകയല്ല വേണ്ടത്. ഇപ്പൊ വിമണുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന ബേസിക്കലി വിമന്റെ ഹെൽത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാലിറ്റി പറയുമ്പോൾ, വിമന്റെ ഹെൽത്ത് പറയുമ്പോൾ നമുക്ക് പറയാവുന്നതാണ് ലൈഫ് എക്സ്പെക്ടൻസി ഇങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത്. ഓൾഡ് ഏജ് പോപ്പുലേഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ് ഈ ഡിപെൻഡന്റ് പോപ്പുലേഷന്റെ കണക്ക്. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഡേറ്റയുടെ അതിന്റെ മൾട്ടിപ്പിൾ യൂട്ടിലിറ്റി നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവണം. എവിടെ വേണം, എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം നമുക്ക് കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഫസ്റ്റ് തിങ്, ദാറ്റ് ഈസ് പോപ്പുലേഷൻ. രണ്ടാമത്, കഴിഞ്ഞ തവണ ന്യൂസിൽ വന്ന ഒരു സംഭവമായിരുന്നു, ഫ്രം GS2 പൊളിറ്റി പെർസ്പെക്റ്റീവിൽ വന്ന ഒരു കാര്യമായിരുന്നു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. കേട്ടോ അത്? എന്താ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ? ഇന്റൻസീവ് റിവിഷൻ അതായത് ബീഹാറിൽ എലക്ഷൻ വരികയാണല്ലോ. അപ്പൊ ബീഹാറിലെ എലക്ഷൻ വരുന്നതിന് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വേണമെന്നൊരു ഒരു സംഭവം വന്നിരുന്നു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ റോൾസ് അതൊന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, ബീഹാറിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ പറയുന്നത് ഇലക്ട്രൽ റോൾസ് ഡാമിംഗ് നടന്നു, അല്ലെങ്കിൽ ഇലക്ട്രൽ റോൾസ് ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രൽ റോൾസ് ഒന്നും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നേരിട്ട് ആൾക്കാരുടെ വീടുകളിൽ പോയിട്ട് കണക്കെടുക്കുന്നതാണ് എന്ത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് ബിഗാൻ ഹിയറിംഗ് പെറ്റീഷൻസ് ചലഞ്ചിങ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് ഇൻ ബീഹാർ. അപ്പൊ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷന്റെ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ ബേസിക്കലി ദർ വാസ് എ പെറ്റീഷൻ ഇൻ സുപ്രീം കോർട്ട്. അപ്പൊ അതിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ബേസിക്കലി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ പറ്റി കൂടുതൽ പറയാന്നുള്ളതല്ല ആവശ്യം. ഇവിടെ UPSC ചോദിക്കാവുന്ന തീം ഏതാണ്? ഇലക്ട്രൽ റീഫോംസിനെ പറ്റിയാണ് ചോദിക്കുക. അപ്പൊ എന്താണ് ഇലക്ട്രൽ റീഫോംസ്, എന്തൊക്കെയാണ് ഇലക്ട്രൽ റീഫോംസിന്റെ ആവശ്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ എന്താണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയാം. സോ ആസ് ഐ സെഡ് ഏർലിയർ, it is the door-to-door verification of electoral rolls through house-to-house enumeration. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇവിടെ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട്, അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. And it is under Section 21(3) of the Representation of People's Act 1950 and Article 324 of the Constitution, empowering Election Commission of India for electoral roll supervision. ഇതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് വരുന്നത്. ഓക്കെ, ഒന്ന് RPA പ്രകാരം Section 21(3) അതുപോലെ Article 324. എന്തുകൊണ്ട് why there is a need of special intensive revision, എന്തുകൊണ്ട് അതിന്റെ ഒരു ആവശ്യം ഇപ്പോൾ വന്നു? വാട്ട് ഇസ് ദ പർപ്പസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത് എല്ലാ സ്ഥലത്തെയും പോപ്പുലേഷൻ ഡൈനാമിക്സിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു. കാര്യങ്ങളായ മാറ്റങ്ങൾ വരാൻ കാരണം ഒന്ന് മൈഗ്രേഷൻ പോലുള്ള പ്രശ്നം, ഇന്റേണൽ മൈഗ്രേഷൻ ധാരാളം വരുന്നുണ്ട്.
അത് മാത്രമല്ല ഈ ബോർഡറിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ വി ഹാവ് ലോട്ട് ഓഫ് റെഫ്യൂജി ക്രൈസിസ്, അതായത് ആൾക്കാർ ഇൻഫിൽട്രൻസ് പോലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇലക്ഷന്റെ കേസിൽ ദർ ഇസ് സം കൺഫ്യൂഷൻ. അപ്പൊ അത് ക്ലിയർ ആക്കണം. സോ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ധാരാളം വരുന്നുണ്ട്. എന്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് വരുന്നത്? റാപ്പിഡ് മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഡുവൽ എൻറോൾമെന്റ് ഹാവ് ഇൻഫ്ലേറ്റഡ് ഇലക്ട്രൽ റോൾസ്. ഡുവൽ എൻറോൾമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരാളെ പറ്റി തന്നെ 2 പ്രാവശ്യം വരുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഹിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി ഡേറ്റ പഠിക്കണം. ദെൻ പൊളിറ്റിക്കൽ കംപ്ലൈന്റ്സ്, അതായത് വോട്ടർ റോൾ അല്ലെങ്കിൽ ഇലക്ട്രൽ റോൾ മാനിപ്പുലേഷൻ എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴും ബേസിക്കലി കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഇപ്പോൾ EVM വന്നപ്പോൾ കുറച്ച് ചീത്ത പേര് ആരെടുത്തു? EVM ഏറ്റെടുത്തു. എന്നാൽ ഇലക്ട്രൽ റോൾസ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇലക്ട്രൽ റോൾ മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയും പോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ പൊളിറ്റിക്കൽ കംപ്ലൈന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് ഇന്റൻസീവ് റിവിഷൻ, ഈ പറയുന്ന ബീഹാർ പോലെ സ്ഥലത്തൊക്കെ ലാസ്റ്റ് ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് 30 വർഷം 40 വർഷം ഒക്കെ ആയിരുന്നു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് റെക്കോർഡ്സ് പലതും എന്താണ് ഔട്ട്ഡേറ്റഡ് ആണ്. ദെൻ ഫോറിൻ നാഷണൽസ് കൺസേൺ, അതായത് ഞാൻ പറഞ്ഞ പോലെ ബോർഡർ സ്റ്റേറ്റ്സിലെല്ലാം പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്ന് കയറി പാർക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫിൽട്രേഷൻ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ കൃത്യമായി പ്രൂഫ് ബേസ്ഡ് വെരിഫിക്കേഷൻ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതൊരു ആവശ്യമാണ്. ദെൻ ട്രാൻസ്പെറൻസിക്ക് വേണ്ടി, ഇലക്ട്രൽ ട്രാൻസ്പാരൻസിക്ക് വേണ്ടി നമുക്ക് എന്ത് വേണം? വി ഷുഡ് ഹാവ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ വേണം എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മളുടെ തീം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഇലക്ട്രൽ റീഫോംസ്. എന്തുകൊണ്ട് നമുക്ക് ഇലക്ട്രൽ റീഫോംസ് വേണം? വാട്ട് ആർ ദി ചലഞ്ചസ് ഇൻ കണ്ടക്ടിങ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്? അല്ലെ, നമുക്ക് UPSC പറയുന്ന കീ ടേം ആണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. അത് കൃത്യമായി നടക്കാൻ വേണ്ട ഇലക്ട്രൽ റീഫോംസ് ഉണ്ട്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു കീ ടേമും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ദി 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം. അത് നമുക്ക് ആക്ച്വലി ഇനിയും വരുന്ന കറണ്ട് അഫയേഴ്സ് എപ്പോഴെങ്കിലും നമുക്ക് കവർ ചെയ്ത് പോകും. അപ്പൊ അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ടോപ്പിക് നീണ്ടു പോകുന്നത് അത് ഞാൻ അവിടെ പറയുന്നില്ല. കാരണം ഇനി വരുന്ന എന്തായാലും ആർട്ടിക്കൽ അതിനെപ്പറ്റി വരും. ദെൻ വി വിൽ ഡിസ്കസ്. സോ വാട്ട് ആർ ദി ചലഞ്ചസ് ഇൻ കണ്ടക്ടിങ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ? എന്തൊക്കെയാണ് അതിൽ കേൾക്കുന്ന പൊതുവെ കേൾക്കുന്ന പ്രശ്നങ്ങൾ? ഒന്ന് പറഞ്ഞു നോക്ക്. അത് വായിക്കാതെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ. മാനിപ്പുലേഷൻ നടക്കുന്നു, ഇലക്ഷൻ കേസിൽ മാനിപ്പുലേഷൻ വരുന്നു. പിന്നെ കള്ളവോട്ടും മാനിപ്പുലേഷനും ഓക്കെ ഓരോരുത്തർ തന്നെ പറയാവുന്നതാണ്. പിന്നെന്താ ആലോചിച്ച് നോക്ക്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുള്ളത്? പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട്, ഇല്ലിറ്ററസി കൂടുതലായതുകൊണ്ട്, അവയർനെസ് ഇല്ലാത്ത, അതിലേക്കാണ് എത്തുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യത്തെ നമ്മുടെ എന്താ അവയർനെസ് കൊടുക്കുക. ഞാനിതിൽ അവയർനെസിന്റെ കാര്യം പറയുന്നേ ഇല്ല, കാരണം അത് പറഞ്ഞാൽ എല്ലാവരും അത് എഴുതും, പറഞ്ഞില്ലെങ്കിൽ എഴുതും. അതുകൊണ്ട് അവയർനെസ് അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പല കാര്യങ്ങളും നിങ്ങൾ സ്ഥിരമായി പറയുന്ന കാര്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ കാൻഡിഡേച്ചർ എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആൾ തന്നെ MP ഇലക്ഷൻ 2 ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂൻസിൽ നിൽക്കുന്നു. അതിൽ 2 ഇടത്തും ജയിക്കുന്നു. ഒരിടത്ത് ജയിക്കുമ്പോൾ മറ്റു സ്ഥലത്ത് എന്ത് ചെയ്യണം? റിസൈൻ ചെയ്യണം. റിസൈൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം? റീ ഇലക്ഷൻ വേണം. ഇലക്ഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പിന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. എന്താ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്? റെപ്രസെന്റ് ആവുന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന ലൈക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ അത്തരത്തിൽ ആലോചിച്ച് പോയിന്റ്സ് ഓൺലൈൻ ഇരിക്കുന്നവരും പറയൂ. ബൂത്ത് ക്യാപ്ചറിങ്, ഹ്യൂജ് എക്സ്പെൻഡിച്ചർ, യെസ്. ഇൻക്രീസ് ഇൻ ഇമിഗ്രൻസ്, ഫേക്ക്, ഓക്കെ, ഫൈൻ, ഓക്കെ, യെസ്. അഡൾട്ട് ടിങ്കർ ലാബ് നികിത പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ്. സോ നോക്കുക എന്തൊക്കെയാണ് ലൈക്ക് ചലഞ്ചസ്. നമ്മൾ സ്ഥിരമായി ലൈക്ക് ഈ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്ന പല കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ബൂത്ത് ക്യാപ്ചറിങ്. അത് ആദ്യമായി തൊട്ട് കേൾക്കുന്നത്. എന്താ ബൂത്ത് ക്യാപ്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ഷൻ ബൂത്ത് വയലൻസ്, ലൈക്ക് അവരുടെ ലോക്കൽ അവർക്ക് കുറെ ഗൂണ്ട സെറ്റപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്ന ആ ബൂത്തിനെ അങ്ങ് പിടിച്ചിറക്കും. ബൂത്തിനെ അങ്ങ് പിടിച്ചിറക്കി കഴിഞ്ഞാൽ ഇവർ എന്ത് പറയുന്നു അങ്ങനെയായിരിക്കും ഇലക്ഷൻ നടക്കുന്നുണ്ടാവുക. ഇവർ പറയുന്ന ആൾക്കാർ വോട്ട് ചെയ്യും, ഇവർക്കെതിരെ വോട്ട് ചെയ്യേണ്ട പൊക്കോളം പറഞ്ഞ ആൾക്കാരെ പറഞ്ഞുവിടും. സോ ബേസിക്കലി പലപ്പോഴും പോലീസിനോ അല്ലെങ്കിൽ മറ്റ് പവേഴ്സിനോ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. സോ ഇവർ ന്യൂ എറാ ദ വേൾഡ് ഓഫ് ഡെവലപ്മെന്റ് there are reported incidents of violence and intimidation of voters at the booth. Example, violence at polling booth in Bengal Panchayat elections. 2, ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ഇത് ഒരുപാട് സ്ഥലത്ത് കൊടുക്കാവുന്ന പോയിന്റ് ആണ്. ആ കണക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. 40% of sitting MPs have criminal cases are registered against them, out of which 25% of them have been serious criminal cases under the charges of murder. അതായത് 40% മേലെയുള്ള MPs എന്താണ്? they are having some criminal cases മുമ്പ് എപ്പോഴും അവരുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. 25% മർഡർ പോലുള്ള ഹൈ സീരിയസ് ക്രൈംസിന് വരുന്നതാണ്. അത് നമുക്ക് പറയാം. ദെൻ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. എന്താ MCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പറയും. ആ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പലപ്പോഴും വയലേറ്റ് ആവുന്നുണ്ട്. നോക്കുക, ദി ഇലക്ഷൻസ് ഇൻ ഇന്ത്യ വിറ്റ്നസ് വയലേഷൻ ഓഫ് ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ബൈ ദി കാൻഡിഡേറ്റ്സ് ആൻഡ് ദി പൊളിറ്റിക്കൽ പാർട്ടീസ്. എക്സാമ്പിൾ, ഇല്ലീഗൽ യൂസ് ഓഫ് പബ്ലിക് പ്ലേസ്, ലൗഡ് സ്പീക്കേഴ്സ്, മണി ഫോർ വോട്ട്സ് എക്സെട്ര. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത്. എന്താണ്? ദാറ്റ് കംസ് അണ്ടർ ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ആ മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ വയലേഷനിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റും. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എലക്ഷൻ എക്സ്പെൻഡിച്ചർ. എലക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു എലക്ഷന് വേണ്ടി കാൻഡിഡേറ്റ്സ് സ്പെൻഡ് ചെയ്യുന്ന മണി ഈസ് വെരി ഹ്യൂജ്. അതായത് അവരുടെ പോസ്റ്റേഴ്സ് ഒട്ടിക്കാനായാലും അല്ലെങ്കിൽ ക്യാമ്പയിനിങ് പ്രോസസ്സിനായാലും അവർ സ്പെൻഡ് ചെയ്യുന്ന മണി വളരെ കൂടുതലാണ്. ഇത് കൂടാതെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണിയും വളരെ കൂടുതലാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമുക്ക് ലോക്സഭ ഇലക്ഷൻ നടത്തണം, സ്റ്റേറ്റ് ഇലക്ഷൻ നടത്തണം, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടത്തണം. ഇതെല്ലാം വരുന്ന എക്സ്പെൻസ് വെരി ഹൈ. ജസ്റ്റ് നോക്കി നോക്കാം, ഡാറ്റ ഉണ്ട്. 2024 ലോക്സഭ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ വാസ് എസ്റ്റിമേറ്റഡ് ടു ബി എത്ര കോടിയെന്ന് നോക്കൂ, 1 lakh crore. ഓക്കെ, 1 lakh crore ആണ് 2024 ലോക്സഭ ഇലക്ഷന്റെ എക്സ്പെൻസസ്. അപ്പൊ ഈ സാധനം നമുക്ക് എവിടെയും കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ വൺ നേഷൻ വൺ ഇലക്ഷനിലും കൊടുക്കാൻ പറ്റും. നമ്മൾ വേറെ ദിവസം ഡിസ്കസ് ചെയ്യാം. ദെൻ യൂസ് ഓഫ് കാസ്റ്റിസം ആൻഡ് കമ്മ്യൂണിസം കാർഡ്, അല്ലെ, ലൈക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയും. അതായത് ഒരു പെർട്ടിക്കുലർ കാസ്റ്റിനെ, ഒരു പെർട്ടിക്കുലർ ഐഡന്റിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, ദേ ആർ ബേസിക്കലി ആ വോട്ട് ബാങ്ക് ആക്കി മാറ്റിക്കൊണ്ട് ആ വോട്ട് ഉപയോഗിക്കുക. മറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ഐഡന്റിറ്റിക്കെതിരെ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുക. സോ ബേസിക്കലി ഒരു ഒപ്പോസിഷൻ ഫീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ ഒരുമിച്ച് നിൽക്കും. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ വോട്ട് ക്യാപ്ചർ ചെയ്യാൻ എന്താണ്, എളുപ്പമാണ്. സോ യൂസ് ഓഫ് കാസ്റ്റിസം ആൻഡ് കമ്മ്യൂണിസം കാർഡ്, യൂസ് ഓഫ് ഹേറ്റ് സ്പീച്ച് ആൻഡ് EVM ടാമ്പറിംഗ് കൺസേൺസ് ആണ് ഇലക്ട്രൽ മാനിപ്പുലേഷൻ. ഇത് ഏറ്റവും ആദ്യം എല്ലാവരും പറയുന്നുള്ളതാണ് ലാസ്റ്റ് ഇട്ടത്. ഓക്കെ, EVM ടാമ്പറിംഗും അതേപോലെ ഇലക്ട്രൽ മാനിപ്പുലേഷനും, ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ചലഞ്ച് ആയിട്ട് ഇന്ന് ഇന്ത്യയിൽ പറയപ്പെടുന്ന മേജർ ഇഷ്യൂസ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ വേ ഫോർവേഡ്? എങ്ങനെ നമുക്കൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇന്ത്യയിൽ നടത്താൻ പറ്റും? സോ വി ഷുഡ് ഹാവ് ഇലക്ട്രൽ റോൾ ഇന്റഗ്രിറ്റി. എന്താ ഇലക്ട്രൽ റോൾ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ലിങ്ക് ആധാർ കാർഡ്, അല്ലെ, ആധാർ കാർഡിനെ നമുക്ക് കൊണ്ടുവരാം, ഇതിൽ ലിങ്ക് ചെയ്യാം. അതേപോലെ തന്നെ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐ ഡി ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ പറ്റും. ദെൻ ബാൻ ഓൺ കണ്ടസ്റ്റിംഗ് ഇലക്ഷൻ ആഫ്റ്റർ കൺവിക്ഷൻ. നമ്മൾ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് പറഞ്ഞില്ലേ. അപ്പൊ ഓൾറെഡി കൺവിക്റ്റഡ് ആയ ആൾക്കാരെ എന്ത് ചെയ്യാം? വി ക്യാൻ ബാൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ കൂടി ആൾക്കാർ പങ്കെടുക്കുന്ന, അതിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ഇപ്പൊ എന്റെ പേരിൽ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് ലിമിറ്റേഷൻ ഉണ്ടോ? എത്ര വർഷം? 2 years. കൺവിക്റ്റഡ് ആവാതിരുന്നാൽ മതി. ദെൻ ബാൻ ഓൺ അഡ്വർടൈസ്മെന്റ് 6 months പ്രയർ ടു ഇലക്ഷൻ. അതായത് ഒരു റൂളിംഗ് ഗവൺമെന്റ് ബേസിക്കലി ഇലക്ഷൻ ആവുമ്പോഴേക്ക് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഇത്ര നാൾ ഞങ്ങൾ ചെയ്തത് ഇങ്ങനെയാണ്. ഒന്നാമത് അവരെല്ലാം ഗവൺമെന്റ്, അപ്പൊ അവർക്ക് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 6 months മുമ്പെങ്കിലും എന്ത് ചെയ്യാം? ബാൻ ചെയ്യാം. ഫോൾസ് ഡിക്ലറേഷൻ കൃത്യമായിട്ട് നോക്കുക. ഇലക്ഷൻ കമ്മീഷൻ പ്രൊപ്പോസസ് ദാറ്റ് മേക്കിംഗ് ഫോൾസ് ഡിക്ലറേഷൻ കൺസേണിംഗ് ഇലക്ഷൻ ബി ആൻ ഒഫൻസ് അണ്ടർ RPA. അപ്പൊ ഫോൾസ് ഡിക്ലറേഷനും കുറയ്ക്കുക. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വരുന്ന ചലഞ്ചസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇലക്ഷണൽ റീഫോംസുമായി ബന്ധപ്പെട്ട് വി ഹാഡ് 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്ന്, യൂസ് ഓഫ് കോമൺ ഇലക്ട്രൽ റോൾസ്. അതായത് കോമൺ ഇലക്ട്രൽ റോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷനും അതുപോലെ തന്നെ നാഷണൽ ലെവൽ ഇലക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമൺ ഇലക്ട്രൽ റോൾസ് കൊണ്ടുവരാം. ദെൻ വൺ കാൻഡിഡേറ്റ് വൺ കോൺസ്റ്റിറ്റ്യുവൻസി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസ്. അതായത് ഒരു കാൻഡിഡേറ്റ് 2 ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ ജയിക്കുമ്പോൾ മറ്റൊരു റീ ഇലക്ഷൻ വരുന്നതിന് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കമന്റ് ചെയ്ത് എന്ത് ചെയ്യാം? ഒരു കാൻഡിഡേറ്റിന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പറയാം. അതേപോലെ വി ഷുഡ് ബി സെറ്റിംഗ് അപ്പ് എ നാഷണൽ ഇലക്ട്രൽ ഫണ്ട്. നാഷണൽ ഇലക്ട്രൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേർ പീപ്പിൾ ക്യാൻ കോൺട്രിബ്യൂട്ട്. ആ കോൺട്രിബ്യൂട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ യൂസ് ഫോർ ഇലക്ഷൻ പർപ്പസ്. അതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പോലെ. ഓക്കെ, സോ അത് TS കൃഷ്ണമൂർത്തി മുമ്പ് മുന്നോട്ട് വെച്ച ഐഡിയ ആണ് നാഷണൽ ഇലക്ട്രൽ ഫണ്ട് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഈ ഇലക്ട്രൽ റീഫോംസുമായി ബന്ധപ്പെട്ട് ധാരാളം കമ്മിറ്റീസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം ഇലക്ഷൻ റീഫോംസും വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ആ കമ്മിറ്റീസിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ നല്ലതാണ്. വി ക്യാൻ കോട്ട്, എവിടെയെങ്കിലും ആവശ്യം വന്ന് കോട്ട് ചെയ്യാൻ പറ്റുന്ന 4-5 കമ്മിറ്റീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടർക്കുന്തെ കമ്മിറ്റി 1974. എന്താണ്? Election Commission should be appointed on the advice of committee comprising of Prime Minister, Lok Sabha, Opposition Leader and Chief Justice of India. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ വന്നാണ് ടർക്കുന്തെ കമ്മിറ്റി 1974. ദെൻ ദിനേശ് ഗോസ്വാമി കമ്മിറ്റി 1990. ഇലക്ട്രൽ റീഫോംസ് 1996 കൊണ്ടുവരാൻ അതിന്റെ ബേസിൽ നമ്മൾ ധാരാളം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ വോറ കമ്മിറ്റി 1993. ദെൻ ക്രൈമും പൊളിറ്റിക്സും തമ്മിൽ നെക്സസ്. അപ്പൊ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സിനെ പറ്റി നേരിട്ട് ചോദിക്കാൻ അവിടെ കൊടുക്കാവുന്ന ഒരു കമ്മിറ്റിയാണ് എന്ത്? വോറ കമ്മിറ്റി. Then Indrit Gupta Committee 1998,
എന്താണ് സ്റ്റേറ്റ് ഫണ്ടിങ് ഫോർ ഇലക്ഷൻ സ്റ്റേറ്റ് ഫണ്ടിങ് കൊണ്ടുവരുന്ന കാര്യത്തിനെ പറ്റി ദ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ 170th റിപ്പോർട്ട്, അതേപോലെ തങ്ക കമ്മിറ്റി ഇൻ 2010. ഓക്കെ, അപ്പൊ ലൈക്ക് ഇത്തരത്തിൽ ഇലക്ഷൻ റീഫോംസുമായി ബന്ധപ്പെട്ട് കുറച്ച് കമ്മിറ്റീസിന്റെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പേരുകൾ ജസ്റ്റ് നോക്കി വെക്കുക. ഇതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ മറന്നു പോകും. ബട്ട് എന്നിരുന്നാലും 2-3 എണ്ണമെങ്കിലും ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും ടു റൈറ്റ് ആൻസേഴ്സ്. ദെൻ അടുത്തത്, ഇന്ത്യ അച്ചീവ്സ് 50% ഓഫ് ഇൻസ്റ്റാൾഡ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി ഫ്രം നോൺ ഫോസിൽ ഫ്യൂൽ സോഴ്സസ്. ഇതൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നമ്മുടെ ഇൻസ്റ്റാൾ ഇലക്ട്രിസിറ്റി കപ്പാസിറ്റിയിൽ നമ്മൾ 50% നോൺ ഫോസിൽ ഫ്യൂൾസ് ആക്കി. എന്താ അതിന്റെ സിഗ്നിഫിക്കൻസ്? സോളാർ ആണ് സിഗ്നിഫിക്കൻസ്. ഈ ഒരു ന്യൂസ്, ഈ ഒരു ഹെഡിങ് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന സംഭവം എന്താ? ഇതെന്തുകൊണ്ട് ഈ വാർത്ത ഇമ്പോർട്ടന്റ് ആവുന്നു 50% എത്തി എന്നുള്ളത്? ഇത് എവിടെയെങ്കിലും വായിച്ചോ? 50% അച്ചീവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഓൺലൈൻ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ 50% അച്ചീവ് ചെയ്യുന്ന? പാരീസ് 2015 അല്ല. ഓക്കെ. സോ വി ഹാവ് ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, UNFCC വന്നു. UNFCCയുടെ അടിയിൽ വന്നതാണ് എന്ത്? ഏറ്റവും സിഗ്നിഫിക്കന്റ് വന്ന ആദ്യത്തെയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താ ക്യോട്ടോ പ്രോട്ടോകോളിൽ പറയുന്നത്? ക്യോട്ടോ പ്രോട്ടോകോൾ കോമൺ ബട്ട് ഡിഫറൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. കോമൺ ബട്ട് ഡിഫറൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് രാജ്യങ്ങളും ഡെവലപ്പിംഗ് രാജ്യങ്ങളും എമിഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഡെവലപ്ഡ് രാജ്യങ്ങൾ പണ്ട് കാലത്ത് കൂടുതൽ എമിറ്റ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് അവർ ഇന്ന് ഈ ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ ഔട്ട്കം എടുത്ത ആൾക്കാരാണ് ആര്? ഡെവലപ്ഡ് രാജ്യങ്ങൾ. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള മിറ്റിഗേഷൻ മെക്കാനിസത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആരാണ്? ഡെവലപ്ഡ് രാജ്യങ്ങളാണ്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്തു? we gave them ഹലോ ഓക്കെ. അപ്പൊ നമ്മൾ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് ബൈൻഡിങ് ടാർഗറ്റ്സ് കൊടുത്തു. ബൈൻഡിങ് ടാർഗറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇത്രത്തോളം എമിഷൻ കുറച്ചുകൊള്ളണം എന്നുള്ളത്. ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ബൈൻഡിങ് അല്ല. അപ്പൊ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെയായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ മുന്നോട്ട് പോയി സെക്കൻഡ് ഫേസ് ആയപ്പോഴേക്കും പല ഡെവലപ്ഡ് രാജ്യങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങി. കാരണം അവർ നോക്കുമ്പോൾ ഡിസ്ക്രിമിനേറ്ററി ആയി തോന്നി. ഹലോ, ഓൺലൈൻ സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ എന്ന് റെസ്പോണ്ട് ചെയ്യോ? യെസ്, ഓക്കെ. സോ അപ്പോ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് മാത്രം ബൈൻഡിങ് ടാർഗറ്റ്സ്, ഡെവലപ്പിംഗ് ആർക്കല്ലാത്ത അവർ ഡെവലപ്ഡ് രാജ്യങ്ങൾ ഇന്ന് ഇറങ്ങി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ 2015 എന്ത് കൊണ്ടുവന്നത്? പാരീസ് ക്ലൈമറ്റ് ഡീൽ കൊണ്ടുവന്നത്. അപ്പൊ പാരീസ് ക്ലൈമറ്റ് ഡീൽ പ്രകാരം നമ്മൾ INDC എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് മുന്നോട്ട് വെച്ചത്. അതായത് ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. ഓരോ രാജ്യങ്ങളും ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വോളണ്ടറിലി പറ്റുന്ന കാര്യങ്ങൾ അവർ തന്നെ മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 4-5 പോയിന്റ്. അതിനുശേഷം വി ഹാഡ് ഗ്ലാസ്ഗോ സമ്മിറ്റ് COP26 നമ്മൾ അതിനെ റീഐട്രേറ്റ് ചെയ്തിട്ട് 5 പുതിയ എയിംസ് നമ്മൾ മുന്നോട്ട് വെച്ചു. ഈ 5 നമ്മൾ പഞ്ചാമൃത് എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ അതാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെടുത്തി നമ്മളുടെ എയിംസ്, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ ടാർഗറ്റ്സ് ഇതൊക്കെയാണ്. അപ്പൊ ആ പഞ്ചാമൃത് ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്?
അച്ചീവിംഗ് നോൺ ഫോസിൽ ഫ്യൂവൽ എനർജി കപ്പാസിറ്റി ഓഫ് 500 gigawatts by 2030. ഒന്നാമത്തെ എയിം എന്താണ്? 2030 ആകുമ്പോഴേക്കും 500 gigawatts നോൺ ഫോസിൽ ഫ്യൂവൽ എനർജിയിലേക്ക് എത്തുക. 2, സോഴ്സിംഗ് 50% ഓഫ് ഇറ്റ്സ് ടോട്ടൽ എനർജി നീഡ്സ് ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സ് ബൈ 2030. 2030 ആകുമ്പോഴേക്കും നമ്മുടെ എനർജി നീഡ്സിന്റെ 50% റിന്യൂവബിൾ എനർജി ആക്കുക. അതല്ലേ നമ്മളിപ്പോ പറഞ്ഞ സംഭവം. അതായത് 2030 ലക്ഷ്യം വെച്ചിരുന്ന എയിം നമ്മൾ 2025 അച്ചീവ് ചെയ്തു. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഉദ്ദേശ കാര്യം മനസ്സിലായോ? സോ നമ്മൾ അതിന്റെ 50% നമ്മൾ എത്തി. ഇനി അടുത്തത് reducing the country's total projected carbon emission by 1 billion tons between the present day and 2030. 2030 ആകുമ്പോഴേക്കും നമ്മുടെ എമിഷൻസ് എന്താണ്? 1 billion tons കുറയ്ക്കുക. കാർബൺ എമിഷൻ 1 billion tons കുറയ്ക്കുക. ദെൻ കാർബൺ എമിഷൻ ഇന്റൻസിറ്റി 45% by 2030. നമ്മൾ നേരത്തെ 35% 45% ആക്കി. അതായത് കാർബൺ എമിഷൻ ഇന്റൻസിറ്റി പറഞ്ഞാൽ എന്താ? എന്തത്? ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ എക്കണോമിക് ഔട്ട്പുട്ട് കൂട്ടുവാൻ വേണ്ടി എത്ര കാർബൺ കൂടുതൽ നമ്മൾ എമിറ്റ് ചെയ്യണം, ഒരു യൂണിറ്റ് എക്കണോമിക് ഔട്ട്പുട്ട് കൂട്ടാൻ എത്ര കൂടുതൽ എമിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കാർബൺ എമിഷൻ ഇന്റൻസിറ്റി. അത് 45% കുറയ്ക്കുക. ദെൻ അച്ചീവിംഗ് നെറ്റ് സീറോ ബൈ 2070. എന്താ നെറ്റ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാർബൺ എമിഷൻ കട്ട് ചെയ്യുക, കാർബൺ എമിഷൻ സീറോ ആക്കുക, അതാണ് നെറ്റ് സീറോ. അതല്ല നെറ്റ് സീറോ. നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ സീറോ ആക്കുന്നതല്ല. പിന്നെന്താ നെറ്റ് സീറോ? എത്രത്തോളം കാർബൺ നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം കാർബൺ നമ്മൾ റിമൂവ് ചെയ്യുന്ന അവസ്ഥ വരുമ്പോഴാണ് നെറ്റ് സീറോ. ഇപ്പൊ 1 billion ton കാർബൺ നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 billion ton നമ്മൾ അത് പുറത്തേക്ക് കൊടുക്കുക. മേ ബി ട്രീസ് വഴിയാവാം. ട്രീസ് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കില്ലേ? അല്ലെങ്കിൽ മറ്റു കാർബൺ മെറ്റിഗേഷൻ മെക്കാനിസം ആവാം. അപ്പോൾ എത്രത്തോളം എമിറ്റ് ചെയ്യുന്നു അത്രത്തോളം തിരിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് നെറ്റ് സീറോ. അത് എപ്പോഴാ? 2070 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യുക. ബാക്കിയുള്ള എയിംസ് ഒക്കെ എപ്പോഴാണ്? 2030 ആകുമ്പോഴേക്കും. അതിൽ ഒരു എയിം നമ്മൾ ഇപ്പോൾ ഓൾറെഡി അച്ചീവ് ചെയ്തു ബൈ 2025. അതാണ് ഈ വാർത്തയുടെ സിഗ്നിഫിക്കൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ നോക്കുക, അക്കോർഡിംഗ് ടു മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, ഇന്ത്യ ഹാസ് റീച്ച്ഡ് 484.82 gigawatts of total installed electricity capacity, with 50.08% of electricity from നോൺ ഫോസിൽ ഫ്യൂവൽ. നമ്മൾ പറയുന്നത് 500 gigawatts ഓഫ് നോൺ ഫോസിൽ ഫ്യൂവൽ എത്തുന്നതാണ്. നമ്മുടെ ബേസിക്കലി ഇപ്പോഴത്തെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമുക്ക് 500 gigawatts ടോട്ടലി മതി. പക്ഷെ പോപ്പുലേഷൻ കൂടുമ്പോൾ, ഡെവലപ്മെന്റ് വരുമ്പോൾ എനർജി ഡിമാൻഡും എന്താവും? കൂടി വരും. അപ്പൊ റിന്യൂവബിൾ എനർജി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതിനെ കണക്ട് ചെയ്യേണ്ടത് എൻവയോൺമെന്റോ ക്ലൈമറ്റ് ചേഞ്ചോ ആയിട്ടോ മാത്രമല്ല, നമ്മുടെ എനർജി സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റുമായിട്ട് കൂടി കണക്ട് ചെയ്യണം. കാരണം എനർജി നമുക്കിനി കൂടുതൽ എത്ര വന്നാലും കൂടുതലിന് വേണ്ടി കൂടുതൽ അതിന് ആവശ്യം വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കൺട്രി ഡെവലപ്പ് ചെയ്യുന്നത് ആവശ്യം വന്നുകൊണ്ടേയിരിക്കും. അത് മീറ്റ് ചെയ്യാൻ നമുക്ക് എന്തിന് ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ? റിന്യൂവബിൾ എനർജി ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. സോ ജസ്റ്റ് അതിന്റെ ഷെയർ ഒന്ന് നോക്കുക. തെർമൽ എനർജിയാണ്, അറിയാലോ, ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് തെർമൽ എനർജിയാണ്, വിച്ച് ഇസ് അറൌണ്ട് 49%. ദെൻ ന്യൂക്ലിയർ, ലാർജ് ഹൈഡ്രോ, അതർ റിന്യൂവബിൾ എനർജി. അങ്ങനെ മൊത്തം അറൌണ്ട് 50%, പകുതിയോളം നമ്മൾ ഇപ്പൊ എന്തിനാ വരുന്നത്? റിന്യൂവബിൾ എനർജി ആണ് വരുന്ന കാര്യം, അല്ലെങ്കിൽ നോൺ ഫോസിൽ ഫ്യൂൽ എനർജി എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ പഞ്ചാമൃത 5 എണ്ണം നമ്മൾ ഒരു കാരണവശാലും മറക്കരുത്. കാരണം ഇതൊക്കെ നമ്മുടെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും നമുക്ക് കൺക്ലൂഡ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ വേണം, ഇത് അച്ചീവ് ചെയ്യാൻ ഇങ്ങനെ വേണം, റീസെന്റ് ഇത് അച്ചീവ് ചെയ്തു എന്നൊക്കെ പറയാനെങ്കിൽ ഈ 5 പോയിന്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇത് എന്ത് കാരണവശാലും പ്രിലിംസിനേക്കാൾ ഉപരി മെയിൻസിനകത്ത് യൂസ്ഫുൾ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. വാർത്ത വായിക്കുമ്പോഴും, ആക്ച്വലി നമ്മൾ ന്യൂസ് വായിക്കുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോഴും ഇതുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതിലേക്ക് നമ്മൾ എത്ര എത്തി, ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ദെൻ എന്താണ് ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി സെക്ടറിന്റെ അവസ്ഥ? ജസ്റ്റ് നമുക്ക് നോക്കാം. ഇന്ത്യ റാങ്ക്സ് 4th ഗ്ലോബലി ഇൻ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി. റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇന്ത്യ രാജ്യങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എത്രാമതാണ്? 4ാമതാണ്. ഓക്കെ. 4th ആണ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ. 4th ഇൻ വിൻഡ് പവർ ആൻഡ് 5th ഇൻ സോളാർ ഫോട്ടോവോൾട്ടൈക് പവർ. ഇതൊന്നും പഠിക്കേണ്ട, വാല്യൂ പഠിക്കേണ്ടത് മാറിക്കൊണ്ടിരിക്കും. എന്നാലും റാങ്കിങ് കൃത്യമായി നോക്കി വെക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഏറ്റവും കൂടുതൽ ഏതാണ്? സോളാർ പവർ 85.47, ലാർജ് ഹൈഡ്രോ പവർ അറൌണ്ട് 50 gigawatts, വിൻഡ് പവർ 47 gigawatts. ഇത് ആക്ച്വലി കഴിഞ്ഞ ഒക്ടോബർ 2024 ഒക്ടോബറിലെ ഡേറ്റയാണ്. അതിൽ കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. അതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന ഡേറ്റ അതേ ഉള്ളൂ. ദെൻ ബയോ പവർ 10.95, സ്മോൾ ഹൈഡ്രോ പവർ 5 gigawatts, വേസ്റ്റ് ടു എനർജി 0.6 gigawatts. അപ്പൊ ഏറ്റവും കൂടുതൽ ആരാണ് ഓർത്ത് വെച്ചേക്കുക? സോളാർ പവർ ആണ്. ദെൻ ലാർജ് ഹൈഡ്രോ പവർ ആണ്. ദെൻ വിൻഡ് പവർ ആണ്. വേണമെങ്കിൽ പ്രിലിംസിന് അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിച്ചാലും അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി ഓരോ എനർജിയുടെയും ജസ്റ്റ് പൊട്ടൻഷ്യൽ നോക്കി വെക്കണം. അതായത് എത്ര gigawatts പൊട്ടൻഷ്യൽ നമുക്ക് ടോട്ടൽ ഉണ്ട്. കാരണം ഇത് റിന്യൂവബിൾ എനർജിയെ പറ്റി UPSC മെയിൻസിന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് എന്തുകൊണ്ട് റിന്യൂവബിൾ എനർജി വേണം എന്ന് ചോദിക്കും.
അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഇന്ത്യ ഫ്യൂച്ചർ റിന്യൂവബിൾ എനർജിയിലേക്ക് ഇപ്പോഴും ഇനി ഫ്യൂച്ചർ കിടക്കല്ലേ, അപ്പൊ അതിന്റെ സ്കോപ്പ് ഇന്ത്യയുടെ എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് എല്ലാ ചലഞ്ചസ് എന്ന് ചോദിക്കും, വേ ഫോർവേഡ് അങ്ങനെ രീതിയിൽ ചോദിക്കും. അപ്പൊ സ്കോപ്പ് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓരോ എനർജി പൊട്ടൻഷ്യൽ നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. പൊട്ടൻഷ്യൽ 748 gigawatts. റീസൺസ്, ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ ഭാഗം ഇന്ത്യയിൽ ഒരുപാട് വരുന്നുണ്ട്. വി ഹാവ് ഹൈ സോളാർ ഇൻസ്റ്റലേഷൻ ആൻഡ് വി ഹാവ് അറൌണ്ട് 300 സണ്ണി ഡേയ്സ് ആനുവലി. ഇന്ത്യ among top countries ആണ്. സോളാർ പാർക്ക് ലൈക്ക് ഭദ്ര സോളാർ പാർക്ക് ഇൻ രാജസ്ഥാൻ ആർ എക്സാമ്പിൾസ് ഓഫ് ഇന്ത്യസ് ലാർജ് സ്കെയിൽ സോളാർ പ്രൊജക്ട്സ്, ഇനിഷ്യേറ്റീവ്സ്, നാഷണൽ സോളാർ മിഷൻ, സോളാർ റൂഫ് പ്രോഗ്രാം, എക്സ്ട്രാ അങ്ങനെ കുറെ ഇനിഷ്യേറ്റീവ് സോളാറിന് വേണ്ടിയിട്ടുണ്ട്. എന്താണ് മറ്റ് റിന്യൂവബിൾ എനർജി വെച്ച് നോക്കുമ്പോൾ സോളാറിനുള്ള അഡ്വാൻറ്റേജ് എന്താ? വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജ്, കോസ്റ്റ് കുറവാണോ? ഇൻസ്റ്റലേഷൻ കോസ്റ്റ്. റിന്യൂവബിൾ എനർജി മൊത്തത്തിൽ നോക്കിയാൽ അവരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇൻസ്റ്റലേഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മളെയും റെസിസ്റ്റ് ചെയ്യുന്ന കാര്യം അതല്ലേ. ഇപ്പൊ എന്റെ വീട്ടിൽ സോളാർ വയ്ക്കുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിന് ഇനീഷ്യൽ കോസ്റ്റ് ആലോചിക്കുമ്പോഴാണ് ഞാൻ അത് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ എല്ലാവരും സോളാർ എനർജി വയ്ക്കുക. അപ്പൊ ഇനീഷ്യൽ കോസ്റ്റ് എല്ലാത്തിലും പ്രശ്നമാണ്. എന്നാലും സ്പേസ് യൂട്ടിലൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്സ് അല്ലെ, പല കാര്യം നമുക്ക് ഈ സോളാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എഴുതുന്ന എക്സാമ്പിൾ ഏതാ? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. റൂഫ് ടോപ്പ് വെക്കാം. പിന്നെ സോളാർ എനർജിയുടെ മറ്റൊരു പ്രത്യേകത, അത് ലൈക്ക് വി ക്യാൻ, അതായത് അതിന്റെ ലൈക്ക് വി ക്യാൻ പ്രൊഡ്യൂസ് ആസ് പെർ ഡിമാൻഡ്. ഡിമാൻഡ് കൂടുതലോ കുറവോ ഏതൊരു ലൈക്ക് ടൈപ്പ് ഓഫ് ഡിമാൻഡും സോളാർ ഒരു പരിധി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, വി ഹാവ് എൻ എയർപോർട്ട് റണ്ണിങ് ഇൻ സോളാർ എനർജി. ഓക്കെ, മൈ വാച്ച് ഈസ് റണ്ണിങ് ഇൻ സോളാർ എനർജി. സോ ബേസിക്കലി ആ ചെറിയൊരു സാധനം, പണ്ട് തൊട്ട് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട് സോളാർ പവേർഡ്. അപ്പൊ അങ്ങനെ ചെറിയൊരു യൂണിറ്റ് തൊട്ട് നിങ്ങൾക്ക് റോഡിൽ കൂടെ പോയാൽ കാണാം, ഓരോ സ്ട്രീറ്റ് ലൈറ്റും ഇറ്റ്സ് വർക്കിംഗ് ഓൺ ഇറ്റ്സ് ഓൺ സോളാർ പാനൽ. അങ്ങനെ സോ ഓരോ ലൈക്ക് ഡിഫറെന്റ് വേരിയബിൾ യൂണിറ്റ്സിൽ വി ക്യാൻ പ്രൊഡ്യൂസ് സോളാർ എനർജി. അതാണ് അതിന്റെ വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ സാധാരണ റിന്യൂവബിൾ എനർജിക്ക് വരുന്ന എല്ലാ അഡ്വാൻറ്റേജും അതിനുണ്ട്. എന്താ സോളാറിനുള്ള ചലഞ്ച്? എന്താ സോളാർ എനർജി കൊണ്ടുവരുന്ന ചലഞ്ച്? എന്താ മേജർ ചലഞ്ച് സോളാർ എനർജി? യെസ്, ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി. എന്ത് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി? ഈ ഫോട്ടോ വോൾട്ടൈക് സെല്ല്, ഈ പറഞ്ഞ സാധനം, ആ സെല്ല് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അത് നമുക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ല, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണം. ആ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കൂടുതലാണ്. പിന്നെ ഇതിനുള്ള സ്കില്ല് ലേബർ കുറവാണ്. പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നം, ഈ സാധനം വേസ്റ്റ് ആവുമല്ലോ, നശിച്ചുല്ലോ. ഇതിനെങ്ങനെ നമ്മൾ ഹൗ വിൽ ഡു ദ മാനേജ്മെന്റ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യുന്നുള്ളതും ചലഞ്ചാണ്. ഓക്കെ, ഓരോ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോളാർ എനർജി കഴിഞ്ഞാൽ വിൻഡ് എനർജി. വിൻഡ് എനർജിക്ക് അറൌണ്ട് 300 gigawatts പൊട്ടൻഷ്യൽ ഉണ്ട്. കീ സ്റ്റേറ്റ്സ് തമിഴ്നാടു, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക ആൻഡ് രാജസ്ഥാൻ. നാഷണൽ ഓഫ് ഷോർ വിൻഡ് എനർജി പോളിസി ഉണ്ട്. ഓക്കെ, വിൻഡ് എനർജിയുടെ ലൈക്ക് ഗുണം എന്താണെന്ന്, ലൈക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വി കാനോട്ട് അപ്ലൈ വിൻഡ് എനർജി ഇൻ എവറി പ്ലേസ്. എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ബേസിക്കലി അത്രയും കാറ്റ് വേണം, അത്രയും റീജിയൻ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയും വേണം, വേറെ കാര്യങ്ങൾക്കൊന്നും ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് ജോഗ്രഫിക്കലി ഐഡിയലായ സ്ഥലത്ത് മാത്രമേ നമുക്ക് വിൻഡ് എനർജി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദെൻ ഹൈഡ്രോ പവർ. ഹൈഡ്രോ പവർ അത് ജോഗ്രഫിക്കലി വളരെ സിഗ്നിഫിക്കന്റ് ആണ്. പൊതുവെ ഉയരമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വാട്ടറിന്റെ റിവേഴ്സിന്റെ ഒക്കെ ഏർലി സ്റ്റേജസ് ഉള്ള സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹില്ലി റീജിയൻസിലൊക്കെ മേജർലി നമുക്ക് എന്ത് പണിയാൻ പറ്റുള്ളൂ? ഹൈഡ്രോ പവർ പണിയാൻ പറ്റുള്ളൂ. 140 gigawatts ആണ് അതിന്റെ പൊട്ടൻഷ്യൽ. ഹിമാലയൻ സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ കീ റീജിയൻസ്. We have small hydro powers in some regions as well. Then biomass energy. എന്താ ബയോമാസ് എനർജി? വേസ്റ്റ് എന്നുള്ളത് അറൌണ്ട് 25 gigawatts പൊട്ടൻഷ്യൽ ഉള്ളൂ. കാരണം ലൈക്ക് അത് ഹ്യൂജ് എനർജി പ്രൊഡക്ഷനുള്ള സാധ്യത കുറവാണ് ബയോമാസിന് എപ്പോഴും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഹെൽപ്സ് us to manage with what? വേസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ ജിയോ തെർമൽ എനർജി. റീസെന്റ് കഴിഞ്ഞ വർഷം ന്യൂസിൽ വന്നതാണ്. ജിയോ തെർമൽ എനർജി എന്താണെന്ന് അറിയാലോ? ഭൂമിനുള്ളിൽ നിന്ന് വരുന്ന ഹീറ്റിന് ഉപയോഗിച്ച് നമ്മൾ എനർജി ലൈക്ക് വി ആർ പ്രൊഡ്യൂസിങ് എനർജി. പൊട്ടൻഷ്യൽ 10 gigawatts പൊട്ടൻഷ്യൽ ഉണ്ട്. പുഗാവാലി ഇൻ ലഡാക്ക് ആയിരുന്നു കഴിഞ്ഞ ന്യൂസിൽ ഉണ്ടായത്. അവിടെ നമുക്ക് ജിയോ തെർമൽ പോസിബിലിറ്റി കണ്ടുപിടിച്ചുകൊണ്ട് തത്തബാനി ഇൻ ഛത്തീസ്ഗഡ് ആൻഡ് മണിക്കരൻ ഇൻ ഹിമാചൽ പ്രദേശ്. ഈ സ്പോർട്സിന്റെ പേരുകൾ ഒന്ന് ഓർത്ത് വെക്കണം. ജിയോ തെർമൽ കുറച്ചേ ഉള്ളൂ, ആ പേരുകൾ ഓർത്ത് വെക്കണം. ചലഞ്ചസ്, ഹൈ അപ്ഫ്രണ്ട് കോസ്റ്റ് ആൻഡ് ടെക്നോളജി ഗ്യാപ്സ്. ദെൻ ടൈഡൽ ആൻഡ് വേവ് എനർജി. ടൈഡ്സ് വേവ് എനർജി വ്യത്യാസം അറിയാലോ. ടൈഡൽ എനർജി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടൈഡ് എന്ന് പറഞ്ഞാൽ ഹൈ ടൈഡ്, ലോ ടൈഡ്, വെള്ളം കയറി ഇറങ്ങുകയും ചെയ്യുന്നു. അത് ഉപയോഗിച്ച് ടർബൈൻ കറക്കുമ്പോൾ ടൈഡൽ എനർജി. വേവ് എനർജി എങ്ങനെ ഉണ്ടാക്കുന്നത്? വേവ്സ് എങ്ങനെ എനർജി ഉണ്ടാക്കുന്നത്? അങ്ങനെ വേവ്സ് കൈനറ്റിക് എനർജി ആണ്. അതെങ്ങനെയാ? ബേസിക്കലി വേവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേവ്സ് ഉണ്ടാവുക. അപ്പൊ ഇതൊരു എനർജി മേക്കിംഗ് യൂണിറ്റ് ആണെങ്കിൽ ഈ യൂണിറ്റിൽ നിന്ന് ഒരു ഫ്ലോട്ട് ഇങ്ങനെ ഇട്ടുണ്ടാവും. സോ ഈ വേവ്സ് വരുമ്പോൾ ഫ്ലോട്ട് എന്ത് ചെയ്യും? മുകളിലേക്കും താഴേക്കും പോകും. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു റൊട്ടേറ്ററി എനർജി ആക്കി മാറ്റിയിട്ട് നോർമലി ഡൈനാമോയുടെ മെക്കാനിസം വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് വേവ് എനർജി.
ഈ ടൈഡ് എനർജിയും വേവ് എനർജിയും ബേസിക്കലി ഇതും ഉണ്ടാക്കാൻ നമുക്ക് കോസ്റ്റൽ റീജിയൻ എല്ലായിടത്തും പറ്റില്ല. അതിന് വേണ്ട ടൈഡ്സും വേവ്സും വേണം. സോ ഗുജറാത്ത് ആണ് വൺ ഓഫ് ദി മേജർ പൊട്ടൻഷ്യൽ റീജിയൻ. ദെൻ സുന്ദർബൻസ് ഓൾസോ. കേരള ആൻഡ് തമിഴ്നാട്. കേരളത്തിൽ എവിടെയാണ് നമ്മൾ ഈ പറയുന്ന വേവ് എനർജി ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നത്? വിഴിഞ്ഞത്ത് വേവ് എനർജി യൂണിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ദീസ് റീജിയൻസ് ഹാവ് ടൈഡൽ ആൻഡ് വേവ് എനർജി. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചതാണ്, ഡിഫറെന്റ് റിന്യൂവബിൾ എനർജിയുടെ പോസിബിലിറ്റി പറഞ്ഞതാണ്. സോ വിൽ സി വാട്ട് ആർ ദി ചലഞ്ചസ്. ഓക്കെ, ഈ വേവ് എനർജിയിൽ വരുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഈസ് സോ ഹൈ. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഈസ് സോ ഹൈ ഇൻ ദ സെൻസ് ലൈക്ക് ഇനീഷ്യലി നമുക്ക് ഈവൻ ദോ വി ഹാവ് ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ദാറ്റ്, പക്ഷെ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഈസ് വെരി വെരി ഹ്യൂജ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഹൈ കോസ്റ്റ് എന്നുള്ള ഒന്നാമത്തെ കാര്യം. അതായത് ഫോസിൽ ഫ്യൂൽസ് എനർജി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. ദെൻ ഈ എനർജി, റിന്യൂവബിൾ എനർജി നമ്മൾ മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത്ര ഏരിയ വേണം. ഇപ്പൊ നിങ്ങൾ സോളാർ പാടം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ കുറെ പാനൽ വെക്കുന്നുണ്ടാവും, വിൻഡ് എനർജി ആയിക്കോട്ടെ, അതിനൊക്കെ ഒരുപാട് ഏരിയ വേണം. അത്രയും ലാൻഡ് അക്വൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നാലും ജനങ്ങളുടെ കയ്യിൽ നിന്നാലും ക്ലിയർ ലാൻഡ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ലാൻഡ് വിത്ത് റിന്യൂവബിൾ എനർജി പൊട്ടൻഷ്യൽ, ഇറ്റ്സ് കൺവേർഷൻ, ക്ലിയറൻസ് ഫ്രം ലാൻഡ് സീലിംഗ് ആക്ട്, അതിനൊക്കെ ടൈം എടുക്കും. അതൊരു പ്രശ്നം. ദെൻ പുവർ ഡിസ്കോംസ് പെർഫോമൻസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടല്ലോ, എനർജി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, അവരുടെ പെർഫോമൻസ് പ്രശ്നം. ഗ്രിഡിലേക്കുള്ള കണക്ടിവിറ്റി ഒരു പ്രശ്നമാണ്. ദെൻ സ്റ്റോറേജ് കൺസേൺ, അല്ലെ, ലൈക്ക് ഈ പറയുന്ന റിന്യൂവബിൾ എനർജിയിൽ ഇപ്പോൾ സോളർ ആയിക്കോട്ടെ വിൻഡ് ആയിക്കോട്ടെ കണ്ടിന്യൂസ്ലി എനർജി കിട്ടുന്ന ഒരേപോലെ എനർജി കിട്ടുന്ന സ്ഥലങ്ങളൊന്നും അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിന്റർ സീസൺ നമുക്ക് വേണ്ട രീതിയിൽ എനർജി കിട്ടാത്ത അവസ്ഥ വരാം, റെയിനി സീസണിൽ മഴ വേണ്ടത്ര എനർജി കിട്ടാത്ത അവസ്ഥ വരാം. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ബാക്കി ഓൾറെഡി ഉണ്ടാക്കി വെച്ച എനർജി ബാക്കപ്പ് ആയി എടുത്തു വയ്ക്കണം. ഇപ്പൊ സ്റ്റോറേജിന് ഭയങ്കര എക്സ്പെൻസാണ്. നിങ്ങളിപ്പോ EV ഇലക്ട്രിക് വണ്ടിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ അതിന്റെ മേജർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? അതിന്റെ ബാറ്ററിയാണ്. ആ സ്റ്റോറേജ് യൂണിറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആൻഡ് അത് വൺ ഓഫ് ദി പ്രശ്നമാണ്. സ്റ്റോറേജ് ഈസ് വൺ ഓഫ് ദി മേജർ ഇഷ്യൂ. ദെൻ എൻവയോൺമെന്റൽ, നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യും, എമിഷൻസ് കുറയ്ക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ഈ പറയുന്ന ഫോറസ്റ്റ് ക്ലിയർ ചെയ്യേണ്ടി വരാം, ആനിമൽസിനൊക്കെ ഡേഞ്ചർ ആണ്. ദെൻ ഡിസ്പാരിറ്റി ഇൻ റിന്യൂവബിൾ സോഴ്സസ്, ദെൻ എക്സോഷൻ ഓഫ് ഹൈ ക്വാളിറ്റി സൈറ്റ്സ്. എന്താ എക്സോഷൻ ഓഫ് ഹൈ ക്വാളിറ്റി സൈറ്റ്സ്? അതായത് റിന്യൂവബിൾ എനർജിക്ക് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലങ്ങൾ കുറവാണ്, അതായത് എല്ലാ ഭാഗത്തും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഹൈ പൊട്ടൻഷ്യൽ സ്ഥലത്ത് നമ്മൾ ഓൾറെഡി കൊണ്ടുവച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് ഇത് ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി ബുദ്ധിമുട്ടാണ്. ബാക്കി പൊട്ടൻഷ്യൽ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനും ബേസിക്കലി എന്താണ്? ബുദ്ധിമുട്ടാണ്. സോ ഇതൊക്കെയാണ് എന്ത് ചലഞ്ചസ് ഇൻ ദി കേസ് ഓഫ് റിന്യൂവബിൾ എനർജിയിൽ വരുന്നത്. എന്തൊക്കെയാണ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്? ധാരാളം ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രധാനമന്ത്രി സൂര്യഘർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഫ് ടോപ്പ് സോളാർ. ഗ്രീൻ എനർജി കോറിഡോർ, റിന്യൂവബിൾ എനർജി സ്റ്റേറ്റ്സിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഗ്രീൻ എനർജി കോറിഡോർ. ഫെയിം ബേസിക്കലി ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതാണ്, ബട്ട് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു റിന്യൂവബിൾ എനർജി ഇൻഡയറക്ട്ലി. ദെൻ ഇന്റർനാഷണൽ സോളർ അലയൻസ് നിങ്ങൾ കണ്ടുണ്ടാവല്ലോ, ഇന്ത്യൻ ഇനിഷ്യേറ്റീവ് വന്നത് അതുണ്ട്. നാഷണൽ സ്മാർട്ട് ഗ്രിഡ് മിഷൻ, ഹൈഡ്രജൻ എനർജി മിഷൻ. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വൺ ഓഫ് ദി മേജർ സോഴ്സ് ഓഫ് എനർജി ആണ് ഹൈഡ്രജൻ എനർജി, ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റി ആർട്ടിക്കിൾ സയൻസ് ആൻഡ് ടെക്നോളജി ബേസിക്കലി വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദീസ് ആർ സം ഓഫ് ദി ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ദിസ് regard. Okay, just renewable energy ബന്ധപ്പെട്ട കാര്യം മാത്രം നോക്കി വെക്കാം. ഇനി ഇന്ത്യസ് എർത്ത് ക്വേക്ക് റെസിലൻസ്. എന്താണ് എർത്ത് ക്വേക്ക് റെസിലൻസ് ന്യൂസിൽ വരാൻ കാരണം? ഇന്ത്യയിൽ എവിടെയെങ്കിലും എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നോ റീസെന്റ്? ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും? എവിടെ? ഡൽഹിയിൽ റീസെന്റ് വി ഹാഡ് ആൻ എർത്ത് ക്വേക്ക് അറൌണ്ട് 4 റിച്ചർ സ്കെയിലിൽ നോട്ട് ചെയ്ത എർത്ത് ക്വേക്ക്. അപ്പൊ ഈ ബേസിക്കലി എർത്ത് ക്വേക്കിനുമായി ബന്ധപ്പെട്ട് ന്യൂസ് കേൾക്കുമ്പോൾ, കറണ്ട് അഫയേഴ്സ് കേൾക്കുമ്പോൾ നിങ്ങൾ രണ്ട് രീതിയിൽ എർത്ത് ക്വേക്കിനെ അപ്രോച്ച് ചെയ്യണം. ഒന്ന് ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവിലും, രണ്ട് GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലും. ജോഗ്രഫി പെർസ്പെക്റ്റീവ് എർത്ത് ക്വേക്കിനെ പറ്റി ബേസിക്കലി നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം. എന്താ എർത്ത് ക്വേക്ക്, എങ്ങനെ ഉണ്ടാവുന്ന വേഗം പറഞ്ഞേ. സഡൻ ഷേക്കിംഗ് ഓഫ് എർത്ത്. എന്തുകൊണ്ട്? ടെക്ടോണിക് മൂവ്മെന്റ്സ് കാരണമൊക്കെ ഉണ്ടാവുന്ന സഡൻ ഷേക്കിംഗ് ഓഫ് എർത്തിനെയാണ് എർത്ത് ക്വേക്ക് എന്ന് പറയാം. ഈ ടെക്ടോണിക് മൂവ്മെന്റ് കാരണം എനർജി റിലീസ്ഡ് ആവുന്നു. ആ എനർജി എന്ത് ഫോമിൽ റിലീസ്ഡ് ആവുന്നത്? വേവ്സിന്റെ ഫോമിൽ റിലീസ്ഡ് ആവുന്നത്. എന്താ വേവ്സ് നമ്മൾ പറയാ? വി കോൾ ദാറ്റ് ദി സീസ്മിക് വേവ്സ്, അല്ലെ? സീസ്മിക് വേവ്സ്. അപ്പൊ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണമാണ് മേജർലി എർത്ത് ക്വേക്ക് ഉണ്ടാവുന്ന പറഞ്ഞു. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എർത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? ക്രസ്റ്റ്, മാന്റിൽ, കോർ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? ക്രസ്റ്റ്, മാന്റിൽ, കോർ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് അപ്പർ മാൻഡിലിൽ എന്തുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എസ്തനോസ്ഫിയർ. എന്താ എസ്തനോസ്ഫിയർ? സെമി സോളിഡ് ലെയർ. ഈ എസ്തനോസ്ഫിയറിന്റെ മുകളിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? ലിത്തോസ്ഫിയർ എന്ന് പറയാം. ഈ എസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് ഈ പ്ലേറ്റ്സ് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ എർത്ത് ക്വേക്കിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഏത് ഭാഗത്ത് നിന്നായിരിക്കും? ക്രസ്റ്റിൽ നിന്നായിരുന്നോ, മാൻഡിൽ നിന്നായിരിക്കോ, കോറിൽ നിന്നായിരിക്കോ? ക്രസ്റ്റിൽ നിന്നായിരിക്കും. അത് ഓർത്ത് വയ്ക്കാം. മെജോറിറ്റി ഓഫ് ദി എർത്ത് ക്വേക്ക് എവിടെ നിന്ന് പെർഫോം ചെയ്യുന്നത്? ക്രസ്റ്റിൽ നിന്നാണ്. അപ്പൊ ക്രസ്റ്റിൽ സപ്പോസ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എർത്ത് ക്വേക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഈ പോയിന്റ് നമ്മൾ എന്താ പറയാ? വാട്ട് ഡു വി കോൾ ദിസ് പോയിന്റ്? This point is called as the focus of the earthquake or hypocenter. ഇതിനെ നമ്മൾ എന്ത് പറയാ? ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെന്റർ. അപ്പൊ എന്താ എപ്പി സെന്റർ? ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ലൈക്ക് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് എർത്തിന്റെ സർഫസിൽ കിടക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്ത് പറയാ? ഇതിനെയാണ് നമ്മൾ പറയാ എപ്പി സെന്റർ എന്ന് പറയാം. അതായത് നമുക്കൊരു എർത്ത് ഉണ്ടായി കഴിയുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയണം. അത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് എർത്തിന് സർഫസ് ഒരു ലൊക്കേഷൻ പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറയുന്നതാണ് എന്ത്? എപ്പി സെന്റർ. ഓക്കെ, ഇവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എർത്ത് പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആരെ പറ്റിയാണ്? സീസ്മിക് വേവ്സിനെ പറ്റിയാണ് ചോദിക്കുക. സീസ്മിക് വേവ്സ് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ, ഒന്ന് പറയൂ. പ്രൈമറി വേവ്സ്, ബോഡി വേവ്സ്, സർഫേസ് വേവ്സ്. സീസ്മിക് വേവ്സിന് രണ്ടായി ക്ലാസിഫൈ ചെയ്യും. എന്തൊക്കെയാ? ഒന്ന് പ്രൈമറി വേവ്സ് അല്ല, ഏറ്റവും ആദ്യം ബോഡി വേവ്സ്, പിന്നെ സർഫസ് വേവ്സ്. ബോഡി വേവ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്ന എന്താണ്? പ്രൈമറി വേവ്സ് ഓർ പി വേവ്സ്, സെക്കൻഡറി വേവ്സ് ഓർ എസ് വേവ്സ്. സർഫസ് വേവ്സ് രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ലവ് വേവ്സ്, അതേപോലെ റെയിലേ വേവ്സ്. ഇതിനെപ്പറ്റി എന്തൊക്കെ പോയിന്റ് പഠിക്കണം? കുറച്ച് പോയിന്റ്സ് പഠിച്ചാൽ മതി. അത് ചോദിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം, ബോഡി വേവ്സ്, സർഫസ് വേവ്സ് എന്താണ് വ്യത്യാസം? ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഫോക്കസിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലും എർത്ത് ക്വേക്കിന്റെ വേവ്സ് സഞ്ചരിക്കും. സോ ഇറ്റ് വിൽ ബി ഇനീഷ്യലി ട്രാവലിംഗ് ത്രൂ ദ ഇന്റീരിയർ ഓഫ് എർത്ത്. അങ്ങനെ എർത്തിന്റെ ഇന്റീരിയർ കൂടെ ട്രാവൽ ചെയ്തിട്ടാണ് എവിടെ എത്തുക? സർഫസിലേക്ക് എത്തുക. അപ്പൊ എർത്തിന്റെ ഇന്റീരിയർ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഫീച്ചേഴ്സോ ക്യാരക്ടറിസ്റ്റോ ആയിരിക്കില്ല എർത്തിന്റെ സർഫസിൽ എത്തുമ്പോൾ. അപ്പൊ എർത്തിന്റെ ഇന്റീരിയറിൽ കൂടെ, ബോഡിയിൽ കൂടെ സഞ്ചരിക്കുന്ന വേവ്സ് നമ്മൾ എന്ത് പറയും? ബോഡി വേവ്സ്. സർഫസിലേക്ക് നമ്മൾ എന്ത് പറയും? സർഫസ് വേവ്സ്. പിന്നെ പഠിക്കേണ്ട പോയിന്റ്, ബോഡി വേവ്സ് ആർ ഫാസ്റ്റർ ദാൻ സർഫസ് വേവ്സ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ബോഡി വേവ്സ് ആർ ഫാസ്റ്റർ ദാൻ സർഫസ് വേവ്സ്. ബോഡി വേവ്സിനെ പ്രൈമറി, സെക്കൻഡറി എന്ന് ഡിവൈഡ് ചെയ്യുന്നു. ഇതിന്റെ അടിയിൽ 3 പോയിന്റ്സ് വെച്ച് പഠിക്കണം. ഒന്നാമത്തെ പോയിന്റ്, പ്രൈമറി വേവ്സ് ആർ ഫാസ്റ്റർ ദാൻ സെക്കൻഡറി വേവ്സ്. പ്രൈമറി വേവ്സ് സെക്കൻഡറി വേവ്സിനേക്കാൾ ഫാസ്റ്റർ ആണെന്നുള്ള കാര്യം. ഓക്കെ, സോ പ്രൈമറി സെക്കൻഡറി എടുത്തു കഴിഞ്ഞാൽ വി ഷുഡ് സേ പ്രൈമറി വേവ്സ് ആർ ഫാസ്റ്റർ. ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സീസ്മോഗ്രാഫിൽ ഏറ്റവും ആദ്യം വരുന്ന ആരായിരിക്കും? പ്രൈമറി വേവ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് പ്രൈമറി ഒന്നാമത്തെ എന്ന് പറയുന്നത്. രണ്ടാമത് ഓർക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് മീഡിയം. എല്ലാ മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. അത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വെലോസിറ്റി സോളിഡിൽ കൂടെ പോകുമ്പോഴായിരിക്കും, ദെൻ ലിക്വിഡ് ആയിരിക്കും, ദെൻ ഗ്യാസ് ആയിരിക്കും. ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, പ്രൈമറി വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. എന്താ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേവ്സ് എങ്ങനെയുണ്ടാവുന്നേ? വൈബ്രേഷൻ കാരണം. ഇങ്ങനെ ഒരു വേവ് പോവാണേ, ഈ ഡയറക്ഷനിലാണ് വേവ് പോകുന്നത്. വേവ് പോകുന്ന അതേ ഡയറക്ഷനിലാണ് അതിലെ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. സിമിലർ ടു സൗണ്ട് വേവ്സ്. വേവ് പോകുന്ന അതേ ഡയറക്ഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. ഇതാണ് 3 പോയിന്റ് പഠിക്കേണ്ടത്. ഇത് ഫാസ്റ്റ് ആണെങ്കിൽ ഇതെന്താ? സ്ലോവർ. ഇത് സോളിഡും ലിക്വിഡും ഗ്യാസ് കൂടെ പോകണമെങ്കിൽ ഇതിൽ കൂടെ മാത്രമേ പോകുള്ളൂ, ഓൺലി ത്രൂ സോളിഡ്. ഇത് ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിൽ ഇത് ട്രാൻസ്വേഴ്സ്. ഈ 3 പോയിന്റ് പ്രൈമറി, സെക്കൻഡറി പറ്റി പഠിച്ചു വെച്ചാൽ പ്രിലിംസിന് ഇതിനെ ചോദിക്കുള്ളൂ. ഓക്കെ, ദെൻ സർഫസ് വേവ്സിലേക്ക് പോയി കഴിഞ്ഞാൽ when we move to the surface waves, സർഫസ് വേവ്സിനെ പറ്റി ഓർക്കേണ്ടത്, ബോഡി വേവ്സ് ഫാസ്റ്റർ ആണെന്ന് പറഞ്ഞു, അപ്പൊ ഇതെന്താ? സ്ലോവർ ആയിരിക്കും. സർഫസ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. ഓക്കെ, സർഫസ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. നമ്മൾ സെക്കൻഡറി വേവ്സ് ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞു, സർഫസ് വേവ്സ് കംപ്ലീറ്റ്ലി ട്രാൻസ്വേഴ്സ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ചോദിക്കും, ബോഡി വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്, സർഫസ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏതോ ലോഞ്ചിറ്റ്യൂണലുണ്ട്, ഏതോ ട്രാൻസ്വേഴ്സ് ആണ് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ഓർത്ത് വയ്ക്കാം, ബോഡി വേവ്സ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണോ? അല്ല. ബോഡി വേവ്സിൽ പ്രൈമറി മാത്രം ലോഞ്ചിറ്റ്യൂണൽ ഉള്ളൂ, സെക്കൻഡറി ട്രാൻസ്വേഴ്സ് ആണ്. സർഫസ് വേവ്സിൽ ലവ് വേവ്സും റെയിലേ വേവ്സും ഉണ്ട്. ലവ് വേവ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്.
അതായത് ഒരു സ്നേക്ക് പോകുന്ന പോലെ, ഒരു പാമ്പ് ഇതിൽ കൂടെ ഇഴഞ്ഞു പോവുകയാണെങ്കിൽ, പാമ്പ് ഇങ്ങനെയല്ലേ പോവുക, അപ്പൊ പാമ്പ് പോകുന്നപ്പോൾ പാമ്പിന്റെ വഴിയിൽ ഇപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന ചെയറിനിടയിൽ കൂടെ ആ വേവ് പോവുകയാണെങ്കിൽ ആദ്യം ഈ ചെയർ മേടിക്കും, പിന്നെ ഈ ചെയർ മേടിക്കും, പിന്നെ ഇപ്പുറത്തെ ചെയർ മേടിക്കും, അങ്ങനെ പോവുക. സോ ഇറ്റ് വിൽ ബി പുഷിംഗ് ദി ചെയർ സൈഡ് വേസ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്. മറ്റേതോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിലെ തിരമാല പോകുന്ന പോലെയാണ്. അങ്ങനെ തിരമാല പോകണമെങ്കിൽ എന്ത് പറ്റും, ഈ ചെയറിനൊക്കെ മുകളിലേക്ക് എടുത്തെറിയും. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സോ വിൽ കം ബാക്ക് ടു ദി പോയിന്റ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ ഡൽഹിയിൽ എന്തുണ്ടായി, വി ഹാഡ് എ 4.4 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു. 4.4 മാഗ്നിറ്റ്യൂഡ് എന്താണ്, റിച്ചർ സ്കെയിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 4.4 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ക്വേക്ക് ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ സീസ്മിക് റിസൈലൻസിന്റെ കാര്യം കുറച്ച് എക്സ്പോസ്ഡ് ആയെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി സീസ്മിക് മാപ്പ് ഓഫ് ഇന്ത്യ. സീസ്മിക് മാപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ സീസ്മിക് ആക്ടിവിറ്റിക്ക് സാധ്യത ഉള്ളത് എന്ന് പറയുന്നതാണത്. സോ ദിസ് ഈസ് ദി സീസ്മിക് മാപ്പിംഗ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദിസ് ഇസ് സീസ്മിക് മാപ്പ് ഓഫ് ഇന്ത്യ. സീസ്മിക് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചില ഭാഗങ്ങളിൽ റെഡ് കളർ കൊടുത്തിരിക്കുന്നു, ചില ഭാഗത്ത് ഓറഞ്ച്, ചില കളറിൽ യെല്ലോ, ബ്ലൂ എന്ന് കൊടുത്തിരിക്കുന്നു. സോ ബേസിക്കലി സീസ്മിക് മാപ്പ് പ്രകാരം നമ്മുടെ സ്ഥലത്തെ 5 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 5 സോൺസ്. ഈ 5 സോൺസിൽ ഇഫ് എ പർട്ടിക്കുലർ റീജിയൻ is in the 5th zone, that means that region is highly vulnerable. 4th zone ആണെങ്കിൽ അതിൽ ഏറ്റവും കുറവ്, 3rd zone അതിലും കുറവ്, 2nd zone അതിലും കുറവ് രീതിയിലാണ് വരിക. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണമാണ് ഇത് ഉണ്ടാവുന്നത് പറഞ്ഞല്ലോ. അപ്പൊ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും പ്ലേറ്റ് ബൗണ്ടറി വരുന്ന ഭാഗത്ത് എന്തായിരിക്കും, പ്ലേറ്റ് ബൗണ്ടറീസ് വരുന്ന ഭാഗത്ത് there are chance of high rate of അല്ലെങ്കിൽ earthquake possibility. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഹിമാലയൻ ഭാഗം പ്ലേറ്റ് ബൗണ്ടറി ആണല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ദി ഹിമാലയൻ റീജിയൻ ബീങ് ഓൺ ദി പ്ലേറ്റ് ബൗണ്ടറി, ദാറ്റ് റീജിയൻ ഈസ് ഹാവിംഗ് ഹൈ റെഡ് കളർ. അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഓറഞ്ച്, അതിനും ചേർന്ന് കിടക്കുന്ന ഭാഗം യെല്ലോ, അങ്ങനെയാണ് പോകുന്നത്. സോ ബേസിക്കലി ഡൽഹി പോലുള്ള സിറ്റീസ് വരുന്ന നോക്കിയാൽ സി ഓൺ സോൺ 4, സോൺ 4ൽ വന്ന് കിടക്കുന്നു. സോൺ 4ൽ വന്ന് കിടക്കുമ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് റീജിയൻ ഈസ് സ്റ്റിൽ വൾണറബിൾ ടു എർത്ത്. അപ്പൊ എന്റെ ഓക്കെ, സോ നോക്കുക, ഇന്ത്യയുടെ earthquake vulnerability നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സേ 59% ഓഫ് ഇന്ത്യ ഇസ് earthquake prone across zone 2 to 5. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയിൽ ഓൾമോസ്റ്റ് 60% അല്ലെങ്കിൽ 59% എന്താണ് earthquake vulnerable ആണ്. ആൻഡ് മേജർ സീസ്മിക് സോൺ നോക്കൂ, സീസ്മിക് സോൺ 5 വരുന്ന സ്ഥലങ്ങൾ നോക്കൂ, ഹിമാലയൻ ബെൽറ്റ്, നോർത്ത് ഈസ്റ്റ്, ആൻഡമാൻ നിക്കോബാർ, ദീസ് ആർ ഹൈലി വൾണറബിൾ ഡ്യൂ ടു ടെക്ടോണിക് കൺവെർജൻസ്. കാരണം ഇതെല്ലാം നമ്മുടെ പ്ലേറ്റ് ബൗണ്ടറിയിൽ വരുന്ന ഭാഗങ്ങൾ, അറൌണ്ട് 4 to 5 സെന്റിമീറ്റർ ഇയർലി ഡ്രിഫ്റ്റ് ഉണ്ടാവും. So this region is basically vulnerable to, we can say vulnerable to earthquake. Cities at risk നോക്കൂ, ഡൽഹി, ഗുവാഹട്ടി എവിടെയാണോ, ആസാം, ഭൂജ് എവിടെയാ, ഭൂജ് earthquake ഉണ്ടായിരുന്നു 2001. എവിടെയത്, ഗുജറാത്ത്. ഗാങ്ടോക്ക്. അപ്പൊ മേജർ സിറ്റീസ് ഒക്കെ എന്താണ്, ഇറ്റ്സ് അണ്ടർ റിസ്ക്. അപ്പൊ എന്താണ് ഈ earthquake ഇന്ത്യയെ ഇത്ര വൾണറബിൾ ആക്കുന്നത്? വൈ ഇന്ത്യ ഈസ് സോ വൾണറബിൾ ഇൻ ദ കേസ് ഓഫ് earthquake? കാരണം
ജപ്പാൻ പോലെ തായ്ലൻഡ് പോലുള്ള മറ്റു രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്രയും വൾണറബിൾ അല്ല എർത്ത്ക്വേക്കിന്. പക്ഷെ എന്നിരുന്നാലും ആ എർത്ത്ക്വേക്ക് എന്നുള്ള ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി ഹാവ് മെനി ഔട്ട്ഡേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതിപ്പോ ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓവർ 80% ഓഫ് ഡൽഹിസ് ബിൽഡിംഗ്സ് എസ്പെഷ്യലി pre-2000 കൺസ്ട്രക്ഷൻസ് ഡു നോട്ട് മീറ്റ് ദി സീസ്മിക് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഓൾറെഡി ഉള്ള ബിൽഡിംഗ്സിൽ 80% എന്താണ് സീസ്മിക് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ മുൻപേ കൺസ്ട്രക്ട് ചെയ്ത മെക്കാനിസം മുൻപേ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചതുകൊണ്ട്. അതൊന്ന്. ദെൻ അർബൻ ലിക്വിഫാക്ഷൻ സോൺസ്. എന്താ ഈ ലിക്വിഫാക്ഷൻ ഒക്കെ കീ ടേം ആണ്. എന്താ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സോയിൽ എന്ന് പറയുന്ന ഭാഗം പലയിടത്തും എന്തായിരിക്കും ലൈക്ക് വാട്ടർ സാച്ചുറേറ്റഡ് സോയിൽ ആയിരിക്കും. അപ്പൊ അതിന് ഉറപ്പുണ്ടാവില്ല. അപ്പൊ ബേസിക്കലി എന്ത് വരും, ഒരു ഷേക്കിംഗ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിന്റെ താഴെ ഫ്ലോർ ഭാഗം എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഇടിയും, ബിൽഡിംഗ് ഫുള്ള് കൊളാപ്സ് ആവാൻ സാധ്യതയുണ്ട്. Cities like East Delhi, Guwahati and Gangtok are built on soft water saturated soil, increasing risk of soil liquefaction. Then obviously overcrowding. നമ്മൾ പറഞ്ഞല്ലോ ഡൽഹി പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ സ്ഥലമാണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്തോറും ഒരു എർത്ത്ക്വേക്കോ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായി അതുകൊണ്ടുള്ള പ്രശ്നം കൂടുതലായിരിക്കും. എൻഫോഴ്സ്മെന്റ് ഗ്യാപ്പ്, അതായത് സീസ്മിക് കോഡ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താണ് കൃത്യമായിട്ട് നമ്മൾ വി ആർ നോട്ട് ഇംപ്ലിമെന്റിംഗ് ഇറ്റ്. ഇപ്പൊ പറഞ്ഞ സിറ്റീസ് ഒന്നും എർത്ത്ക്വേക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നോ അതിന്റെ മോക്ക് ഡ്രിൽസ് ഒന്നും അറിയില്ല. സോ ഓൾ ദീസ് ആർ ഇഷ്യൂസ് ഓഫ് എർത്ത്ക്വേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ വൾണറബിലിറ്റി കൂട്ടാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് ഓഫ് BIS കോഡ്സ്. എന്താ BIS എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സീസ്മിക് സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ബിൽഡിംഗ്സ് അതിന്റെ സ്ട്രിക്ട് എൻഫോഴ്സ്മെന്റ് വരണം. ദെൻ റെട്രോ ഫിറ്റിംഗ് മിഷൻ. എന്താ റെട്രോ ഫിറ്റിംഗ് മിഷൻ? റെട്രോ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വൾണറബിൾ ആയ റീജൻസിലുള്ള സ്കൂൾസ്, ഹോസ്പിറ്റൽസ് പോലുള്ള ബിൽഡിംഗ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എർത്ത്ക്വേക്കിന് വേണ്ട അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആഡ് ചെയ്യണം. ഓൾറെഡി കൺസ്ട്രക്ഷൻ കഴിഞ്ഞായിരിക്കും അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ദെൻ അർബൻ പ്ലാനിംഗ് റീഫോം. വി നീഡ് ടു റീഫോം പ്ലാനിംഗ് ലൈക്ക് അർബൻ പ്ലാനിംഗ് ഒന്നുകൂടി മാറ്റണം. കാരണം സോയിൽ ലിക്വിഫാക്ഷൻ സോൺസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. ദെൻ വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു സ്റ്റഡി ഫ്രം അതർ റീജിയൻസ് ആസ് വെൽ, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലോബൽ പ്രാക്ടീസ് ജപ്പാൻ, തായ്ലൻഡ് പോലെയുള്ള എർത്ത്ക്വേക്ക് വൾണറബിൾ ആയ രാജ്യങ്ങൾ, അവിടെ ഫ്രീക്വന്റ് എർത്ത്ക്വേക്ക് ഉണ്ടാവും, എന്നിട്ട് അവർ രാജ്യം മുന്നോട്ട് പോകുന്നു. അവർ പരമാവധി അതുകൊണ്ടുള്ള ഡേഞ്ചർ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഇഷ്യൂസ് കുറയ്ക്കുന്നു. അപ്പൊ എന്തൊക്കെ പ്രാക്ടീസ് ആണ് അവിടെ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ദെൻ ആനുവൽ ബഡ്ജറ്ററി അലോക്കേഷൻ. എക്സ്പേർട്സ് റെക്കമെൻഡ് ഇയർ മാർക്കിംഗ് 50,000 crore per year to fund retrofitting, seismic audits and seismic risk reduction projects. പബ്ലിക് അവയർനെസ്. നമ്മൾ സ്ഥിരം പറയുന്ന പബ്ലിക് അവയർനെസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലൈ ചെയ്യാം. ദിസ് ആർ ദി വേ ഫോർവേഡ്. ദെൻ വാട്ട് ആർ ദി ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്? ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഏറ്റവും ഫസ്റ്റ് നമുക്കറിയാം NDMA. എന്താണ് NDMA? ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം വി ഹാവ് മെന്റ് ഹൗ ടു ഡീൽ ദി എർത്ത്ക്വേക്ക്. ദെൻ ഇൻക്രീസ്ഡ് സീസ്മിക് ഒബ്സർവേറ്ററീസ്, അതായത് എർത്ത്ക്വേക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് 2014 80 ആയിരുന്നത് നമ്മൾ 2025 എത്രയായി? 168 ആക്കി, ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു. സോ വി ആർ ഇൻക്രീസിംഗ് ദി മോണിറ്ററിംഗ് ഇൻ ദി കേസ് ഓഫ് എർത്ത്ക്വേക്ക്. പിന്നെ ഉള്ളതാണത് ഭൂകമ്പ് ആപ്പ്. അത് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. ഭൂകമ്പ്, മലയാളത്തിൽ ഭൂകമ്പം എന്നല്ല പറയാം. ബൈ NCS കൊണ്ടുവന്ന മൊബൈൽ ആപ്പാണ്. റിയൽ ടൈം എർത്ത്ക്വേക്ക് അലേർട്ട് സിറ്റിസൺ കൊടുക്കുന്നതാണ് ഭൂകമ്പ് ആപ്പ്. ദെൻ എർത്ത്ക്വേക്ക് റിസ്ക് ഇൻഡെക്സിംഗ്, അതായത് സിറ്റീസ് എടുത്തിട്ട് അത് എത്രത്തോളം എർത്ത്ക്വേക്ക് വൾണറബിൾ ആണ് എന്ന രീതിയിൽ നോക്കിയിട്ട് അതിന് കൃത്യമായി ഇൻഡെക്സ് കൊടുക്കുക. അതിനനുസരിച്ച് ഓഡിറ്റ്സ് നടത്തിയിട്ട് സിറ്റീസിനെ ഡിമാർക്ക് ചെയ്യുന്ന എർത്ത്ക്വേക്ക് റിസ്ക് ഇൻഡെക്സിംഗ്. അതുപോലെ സിംപ്ലിഫൈഡ് ബിൽഡിംഗ് കോഡ്സ്, അതായത് ടെക്നിക്കൽ കോംപ്ലക്സിറ്റിയും കാര്യങ്ങൾ കുറച്ചിട്ടുള്ള ലൈക്ക് ഹൗ വി കൻ സിംപ്ലിഫൈ ബിൽഡിംഗ് കോഡ്സ് എന്നുള്ള കാര്യവും പറയുന്നു. സോ ദിസ് ഇസ് റിഗാർഡിംഗ് എർത്ത്ക്വേക്ക്. ഇത് അധികം സിഗ്നിഫിക്കൻസ് കൊടുത്ത് പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് GS3 ഈ പെർസ്പെക്റ്റീവ് വരിക, ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സോ ബേസിക്കലി ബൈ ദ ടൈം യു റൈറ്റ് ദി മെയിൻസ്, ആ സമയമാകുമ്പോഴേക്കും ഈ GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ പ്രഡിക്റ്റബിൾ ആണ്. കാരണം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അത് ആ ടൈമിൽ എന്ത് കത്ത് നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യം വരും. ദാറ്റ്സ് ഇറ്റ്. സോ അതുകൊണ്ട് അത്രയും എംഫസിസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ എർത്ത്ക്വേക്ക് ഇതൊക്കെയാണ് പ്രശ്നം. ജനറൽ ആയ കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഓക്കെ, അടുത്ത ടോപ്പിക് ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. എന്താ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഇപ്പൊ ന്യൂസിൽ വരാൻ കാരണം? വാട്ട് ഇസ് ദ റീസൺ വൈ ഇറ്റ് വാസ് ഇൻ ന്യൂസ്? എന്താ കാരണം പറയൂ? റീസെന്റ് വി സെലിബ്രേറ്റഡ് ദി 10th ആനിവേഴ്സറി, 10th ആനിവേഴ്സറി ഓഫ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ 10th ആനിവേഴ്സറി ആണ് നമ്മളിപ്പോ ആഘോഷിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് ജസ്റ്റ് കാര്യങ്ങൾ നോക്കാം.
കൗശൽ വികാസ് യോജന, കൗശലം എന്നൊക്കെ പറയുമ്പോൾ സ്കിൽ ഡെവലപ്പിംഗ് ആണ്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് അടിയിലാണ് 2015 വന്നത്. സോ ഇറ്റ്സ് 10 years. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്കിൽ ഇന്ത്യ മിഷൻ. എന്താണ് ഉദ്ദേശം? ഇൻഡസ്ട്രി റെഡിയാക്കുക. പലർക്കും എഡ്യൂക്കേഷൻ ഉണ്ടാവും, പക്ഷേ അവർ ഇൻഡസ്ട്രി റെഡി അല്ല, അതിന് വേണ്ട സ്കിൽസ് കൊടുക്കുക. സോ ടു ബ്രിഡ്ജ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ യൂത്ത് ആസ്പിറേഷൻ ആൻഡ് ഇൻഡസ്ട്രി നീഡ്സ് ബൈ പ്രൊവൈഡിംഗ് ഇൻഡസ്ട്രി അലൈൻഡ് സ്കിൽ ട്രെയിനിങ്, ഇംപ്രൂവിംഗ് എംപ്ലോയബിലിറ്റി ആൻഡ് ഫോസ്റ്ററിംഗ് എന്റർപ്രണർഷിപ്പ്. ഇതാണ് ഉദ്ദേശം. അപ്പോൾ 10 വർഷമായി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന വന്നിട്ട്. ഇത് പല പല ഫേസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. PMKVY 1, 2, 3, 4 എന്ന് പറയുന്നത്. ഇപ്പൊ 2023 തൊട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരുന്നത് PMKVY 4 ആണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഇതിന്റെ അച്ചീവ്മെന്റ്സ് നോക്കാം. അപ്പൊ ഇങ്ങനെ 10 വർഷമായത്, 15 വർഷമായത്, 25 വർഷമായത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിന്റെ അച്ചീവ്മെന്റ്സ് എന്തായാലും ചോദിക്കാറുണ്ട്. അച്ചീവ്മെന്റ്സ് നോക്കി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, 6 crore Indians were empowered through various skilling initiative under Skill India Mission since 2014. 6 കോടി ആൾക്കാർ ഇതിന്റെ ഉപഭോക്താക്കളായിട്ട് വന്നു. അല്ലെ 6 കോടിയോളം ആൾക്കാർക്ക് ഇതുകൊണ്ട് സ്കിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. 2, 45% of the beneficiaries were women with strong representation from SC, ST and OBC communities. അതായത് വൾണറബിൾ സെക്ഷൻസ് എന്നുള്ള റെപ്രസെന്റേഷൻ കൂടുതലായിരുന്നു. അത് രണ്ടാമത്. ദെൻ റെക്കഗ്നിഷൻ ഓഫ് പ്രയർ ലേണിംഗ്, അതായത് സർട്ടിഫൈഡ് ഇൻഫോർമൽ സ്ട്രക്ചർ, അതായത് ഇപ്പൊ ആർട്ടിസൻസ്, വീവേഴ്സ് പോലെയുള്ള ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു ഫോർമലൈസ്ഡ് ആയ ഒരു എന്താ പറയുക, ഒരു വി ആർ ഗിവിംഗ് ദം എ സർട്ടിഫിക്കേഷൻ. ഇവരിങ്ങനെ ഇത് പാസ്സായി വന്നവരാണ്. സർട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ ദാറ്റ് മോർ ഒത്തന്റിസിറ്റി, അവരുടെ വർക്കിന് കുറച്ച് ഒത്തന്റിസിറ്റി കിട്ടും. ദെൻ ഫ്യൂച്ചറിസ്റ്റ് സ്കില്ലിംഗ്, അതായത് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഡ്രോൺസ്, മെക്കട്രോണിക്സ്, AI, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പോലുള്ള ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസും ബേസിക്കലി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ദെൻ കോംപ്ലിമെന്ററി സ്കീംസ്, ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന, ദെൻ ഗ്രാമീൺ കൗശൽ യോജന പോലുള്ള കോംപ്ലിമെന്ററി സ്കീംസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലെല്ലാം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആർക്ക്? ദി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. അപ്പൊ ഈ ഒരു ഇത്ര നാൾ കൊണ്ട് 10 വർഷം കൊണ്ടുള്ള അച്ചീവ്മെന്റ്സ് നമുക്ക് പറയാവുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ലൈക് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയെ പറ്റി പറയുമ്പോൾ നമ്മളിവിടെ ഹിറ്റ് ചെയ്യേണ്ട തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബർ ഫോഴ്സ്, ആ സ്കിൽ ഗ്യാപ്പ്. സ്കിൽ ഗ്യാപ്പ് ഉദ്ദേശിക്കുന്നത് എന്താ? എംപ്ലോയബിലിറ്റി, അതായത് ഇൻഡസ്ട്രിക്ക് വേണ്ട സ്റ്റാൻഡേർഡ്സും ഇപ്പോഴുള്ള സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ഗ്യാപ്പാണ് നമ്മുടെ പ്രശ്നം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി പോപ്പുലേഷന്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, ഡെമോഗ്രാഫി ഡിവിഡൻഡ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ സ്കിൽസ് ഫില്ല് ചെയ്യാൻ പറ്റുക, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുക? സോ വിൽ ജസ്റ്റ് ഗോ ത്രൂ ഇന്ത്യസ് ലേബർ സ്റ്റേറ്റസ്. എന്താണ് ഇന്ത്യയുടെ കറന്റ് ലേബർ സ്റ്റേറ്റസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കറിയാം വി ഹാവ് ദി ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ നമുക്ക് ഇന്ത്യയിൽ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റ് തന്നെയാണ് 521 million പീപ്പിൾ ഇൻ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ്. അപ്പോൾ സോ വി ഹാവ് എ ലാർജ് ആൻഡ് ഗ്രോയിങ് വർക്ക് ഫോഴ്സ്. അതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഏറ്റവും മെയിൻ കാര്യം. ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് ഉണ്ട്. ബട്ട് ദി ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഈസ് ലോ. ഇന്ത്യയുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഈസ് ഓൺലി 46%, which is lower than the global average. നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ആവറേജിനേക്കാൾ താഴെയാണ്. ആണ് ഒരു പ്രശ്നം. Then 80 to 90% of India's labor force is engaged in informal employment and gig economy. കോൺട്രാക്ച്വൽ ലേബേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല, ഇൻകം സെക്യൂരിറ്റി ഇല്ലാത്ത രീതിയിലാണ് 80 to 90% ആൾക്കാരും ഉള്ളത്. ലേബേഴ്സിലും എന്താണ്, ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ട്. അതായത് ഫീമെയിൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറവാണ്. Then as we said, skill gap and employability പ്രശ്നമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കണം? വൈ ദർ ഇസ് എ നീഡ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ്? വാട്ട് ഇസ് ദ പർപ്പസ്? ഓർ എന്തൊക്കെയാണ് നമ്മൾ അതിന് മീറ്റ് ചെയ്യാൻ പോകുന്നത് സ്കിൽ ഡെവലപ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ? ഓക്കെ, വൈ സ്കിൽ ഡെവലപ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, സ്കിൽ ഡെവലപ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തും എന്താവും? ബൂസ്റ്റ് ആയിക്കോളും. കാരണം പ്രൊഡക്ഷൻ കൂടും, എംപ്ലോയബിലിറ്റി കൂടും, വർക്ക് ഫോഴ്സ് കൂടും. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ഗ്രോ ബൈ 1 to 2% ആനുവലി. ഓരോ വർഷവും നമുക്ക് എന്താണ് 1 to 2% പറ്റി വളരാൻ പറ്റും. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു മേക്ക് അറൌണ്ട് $500 billion ബൈ 2030. അഡീഷണൽ $500 billion ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, കാരണം വർക്ക് ഫോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാം. ദെൻ India can be a global workforce hub with aging population in other countries. ഇപ്പൊ US പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ജപ്പാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏജിങ് പോപ്പുലേഷൻ ആണ് കൂടുതൽ. ഏജിങ് പോപ്പുലേഷൻ കൂടുതൽ പറഞ്ഞാൽ അവർക്ക് വർക്ക് ഫോഴ്സ് വന്ന രാജ്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ വർക്ക് ഫോഴ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു മേജർ വർക്ക് ഫോഴ്സ് ഹബ്ബായിട്ട് ആർക്ക് മാറാൻ പറ്റും? ഇന്ത്യക്ക് മാറാൻ പറ്റും, ഇഫ് വി ആർ കോൺട്രിബ്യൂട്ടിംഗ് സ്കിൽസ് ടു അവർ വർക്ക് ഫോഴ്സ്. അത് രണ്ടാമത്തെ കാര്യം. Then obviously it will result in growth in domestic industries production. But industries and domestic production
ഗ്രോത്ത് വരും. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പോലുള്ള കാര്യങ്ങൾ. ആൻഡ് ഒബ്വിയസ്ലി ഇന്നോവേഷനും സ്റ്റാർട്ടപ്സും വരും. സ്കിൽഡ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇന്നോവേഷനിൽ സ്റ്റാർട്ടപ്സും കൂടും. ദെൻ കൂടുതൽ ഇൻകം വരുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, പോവർട്ടി എലിവേഷനും നടക്കും. ഹയർ ഇൻകം പോസിബിലിറ്റി, ഹയർ പോവർട്ടി റിഡക്ഷൻ. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത്, സ്കിൽ ഡെവലപ്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഇത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വി നീഡ് സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് ഇന്ത്യയിലെ സ്കിൽ ഡെവലപ്മെന്റ് ചലഞ്ചസ്? സ്കിൽ ഡെവലപ്മെന്റ് വേണം, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മേജർ ഇഷ്യൂ ഈസ് ലോ ഫോമൽ സ്കിൽ ട്രെയിനിങ് കവറേജ്. അതായത് ഫോർമലി സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങൾ കുറവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോ ഇഫ് യു കൺസിഡറിങ് ഇപ്പോൾ ഒരു വണ്ടി വർക്ക്ഷോപ്പ്, ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എടുക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന് ITI പോയി പഠിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വന്ന ആൾക്കാരുണ്ടാവും, ദേ ഗോട്ട് ഫോർമൽ ട്രെയിനിങ്. നേരെ മറിച്ച് അവിടെ തന്നെ നിന്ന് ലൈക്ക് ഒരു മേ ബി ഒരു 8ാം ക്ലാസ് ഒക്കെ പഠിപ്പ് നിർത്തി ഒരു വർക്ക്ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യാൻ പോയി നിന്ന് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചെടുത്ത ആൾക്കാരും ഉണ്ടാവും. സോ ബേസിക്കലി ഇതിൽ ഞാൻ പറഞ്ഞപ്പോൾ സെക്കൻഡ് കേസിൽ വന്ന ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഫസ്റ്റ് കേസിനേക്കാളും. കാരണം ദേ ഹാവ് ബീൻ എക്സ്പോസ് ടു ഓൺ ഫീൽഡ് ട്രെയിനിങ്. അപ്പൊ നമ്മുടെ സ്കിൽ ട്രെയിനിങ് കവറേജിൽ ഒരു പ്രശ്നമുണ്ട്. ലൈക്ക് ഓൺലി 21% ഓഫ് ദി ഇന്ത്യൻ യൂത്ത് ഈസ് റിസീവിംഗ് വൊക്കേഷണൽ ടെക്നിക്കൽ ട്രെയിനിങ് ത്രൂ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സ്ട്രക്ചർ. 21% ആൾക്കാർക്ക് മാത്രമാണ് എന്ത് കിട്ടുന്നുള്ളൂ, വൊക്കേഷണൽ ടെക്നിക്കൽ ട്രെയിനിങ്, ഫോർമൽ ട്രെയിനിങ് കിട്ടുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ എംപ്ലോയബിലിറ്റി സ്കിൽ മിസ്മാച്ച് ആൻഡ് എംപ്ലോയബിലിറ്റി ഇഷ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഇൻഡസ്ട്രി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ ബേസിക്കലി പലർക്കും പറ്റുന്നില്ല. 1.5% ഓഫ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് പൊസസ് ദി സ്കിൽ ഫോർ ന്യൂ ഏജ് ജോബ്. ഇന്നത്തെ കാലത്തെ പുതിയ ജോബിലേക്ക് 1.5% ഓഫ് ദി ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് മാത്രമേ എലിജിബിൾ ആയിട്ട് വരുന്നുള്ളൂ. ദെൻ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ സ്കിൽ ഡെവലപ്മെന്റ്. കേരള, കർണാടക, തമിഴ്നാടിനൊക്കെ ബെറ്റർ സ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, മറ്റ് ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സ്ഥലത്ത്. അപ്പൊ എല്ലായിടത്തേക്കും സ്കിൽ ഡെവലപ്മെന്റ് ഒരുപോലെയല്ല വരുന്നത്. ചില ഭാഗത്ത് കൂടുതൽ, ചില ഭാഗത്ത് കുറവ് എന്ന രീതിയിലാണ്. സോ എസ്പെഷ്യലി ഇൻ സദേൺ സ്റ്റേറ്റ്സ് വി ഹാവ് ഗ്രേറ്റർ സ്കിൽ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ കേരള പോലെ സ്ഥലത്ത് ശരിക്കും സ്കിൽ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലാണ്, ബീഹാർ പോലെ സ്ഥലത്ത് കുറവാണ്. സോ ദാറ്റ്സ് ഓൾസോ യെറ്റ് അനദർ ഇഷ്യൂ. ദെൻ ലോ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫണ്ടിങ് പോളിസി ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്സ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ദെൻ ഡൈനാമിക് സ്കിൽ റിക്വയർമെന്റ് ചേഞ്ചസ്. എന്താ ഡൈനാമിക് സ്കിൽ റിക്വയർമെന്റ് ചേഞ്ചസ്? അതായത് സ്കിൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ AI പോലെ കാര്യങ്ങൾക്ക് വേണം, മെഷീൻ ലേണിംഗ് പോലെ കാര്യങ്ങൾക്ക് വേണം. കുറച്ച് കളയുമ്പോൾ AI എൻഹാൻസ്ഡ് ആവുന്ന വേറെ രീതിയിലേക്ക് വരും. സോ അത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും എപ്പോഴും വി നീഡ് കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ് ഓൺ ദിസ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ത് ഇപ്പോഴത്തെ സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് വരുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞ കാര്യങ്ങളായിട്ട് വരുന്നത്. സോ വാട്ട് ഈസ് ദി വേ ഫോർവേഡ്? എങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? എങ്ങനെ സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും? വാട്ട് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ്? ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഫോർമലി ഈ പറയുന്ന പോപ്പുലേഷന്റെ, ഈ പറയുന്ന യങ് പോപ്പുലേഷന് കിട്ടുന്നത് ഈസ് വെൻ വി ആർ ഗിവിംഗ് ദം എഡ്യൂക്കേഷൻ. ഹയർ സ്റ്റഡീസിനൊക്കെ എഡ്യൂക്കേഷന്റെ സമയത്ത് കിട്ടുമ്പോൾ, അപ്പൊ എഡ്യൂക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി ഇൻക്ലൂഡിങ് ഇൻഡസ്ട്രി നീഡ്സ് മീറ്റ് ചെയ്യുന്ന പോലെ ഓൺ ഫീൽഡ് ട്രെയിനിങ് കൊടുത്തിട്ട് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജർമ്മനിയിലുണ്ട്. ജർമ്മനിയിൽ ബേസിക്കലി അവർ തന്നെ വിളിക്കുന്നത് ഡുവൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ്. ഡുവൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർ ക്ലാസ് റൂം ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്, അതിനൊപ്പം എന്തും കൊടുക്കുന്നുണ്ട്, ദേ ആർ ഓൾസോ പ്രൊവൈഡിങ് ഓൺ ഫീൽഡ് ട്രെയിനിങ്. അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാംസ് കൊണ്ടുവരണം. ദെൻ വൊക്കേഷണൽ ട്രെയിനിങ് ഫേംസ് കൊണ്ടുവരണം, ITIs പോലെയുള്ളത്, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് പോലുള്ള മോർ വൊക്കേഷണൽ ട്രെയിനിങ് ഫേംസ് കൊണ്ടുവരണം. ദെൻ വി ഷുഡ് ബ്രിങ് റീജിയണൽ ഇക്വിറ്റി ടു സ്കിൽ ഡെവലപ്മെന്റ്. എല്ലാ റീജിയൻസിലും ബേസിക്കലി അവിടെ എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ടോ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ലൈക്ക് ചില ഭാഗത്തേക്ക് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാതെ എല്ലായിടത്തെയും കൊണ്ടുവരണം. ദെൻ അഡ്രസ് ദി നീഡ്സ് ഓഫ് ഇൻഫോർമൽ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ. ദെൻ PPP മോഡൽ. എന്താ PPP മോഡൽ? അതെങ്ങനെ ചെയ്യാൻ പറ്റുക? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനീസുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത്ര കുട്ടികൾക്ക് അവർക്ക് ഓൺ ഫീൽഡ് ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇന്റേൺഷിപ്പ് പോലെ പ്രോഗ്രാംസ്, അങ്ങനെ നമുക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻഫോർമൽ സെക്ടറിലും ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂനെ നമുക്ക് ഇത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇഫ് യു കൺസിഡർ ഇ വേസ്റ്റ് എടുത്ത് നോക്കിയാൽ, നമ്മൾ ഇ വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറൌണ്ട് 20 to 30% ഓഫ് ഇ വേസ്റ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ. ഈ റീസൈക്കിൾ ചെയ്യുന്നതിൽ 90% ഇൻഫോർമൽ സെക്ടർ, ഇതിനെപ്പറ്റി വിവരം കൃത്യമായി ട്രെയിനിങ് കിട്ടാത്ത ആൾക്കാരാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായി റീസൈക്കിൾഡ് ആവില്ല എന്നുള്ള കാര്യം തന്നെ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് ഫോർമൽ ട്രെയിനിങ് കൊടുക്കണം, ഹൗ ടു ഹാൻഡിൽ ഇ വേസ്റ്റ്.
അപ്പൊ ഇ വേസ്റ്റ് എന്നുള്ള പ്രോബ്ലം അഡ്രസ്ഡ് ആവും, അത്രയും പേര് എംപ്ലോയബിലിറ്റി എന്നുള്ള കാര്യവും addressed out. So angane we can link it to multiple issues that we are facing now and we can make a solution. So all these can be considered as the way forward for the skill development. Skill development and challenges and കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഒരു ടോപ്പിക് കൂടി നോക്കാം. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി എക്കണോമിക് ഇനീക്വാളിറ്റി ഇൻ ഇന്ത്യ. എന്താണ് ഇന്ത്യയുടെ എക്കണോമിക് ഇനീക്വാളിറ്റി? എന്താ പ്രശ്നം? എന്താ? അതായത് വേൾഡ് ബാങ്ക് ഒരു റിപ്പോർട്ട് ഇറക്കി. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ എക്കണോമിക് ഇനീക്വാളിറ്റി കുറയുന്നു എന്നാണ് പറയുന്നത്. വേൾഡ് ബാങ്ക് യൂസ്ഡ് ജിനി കോഫിഷ്യന്റ്. എന്താ ഗിനി കോഫിഷ്യന്റ് ഓർമ്മയുണ്ടോ? ഇനീക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഗിനി കോഫിഷ്യന്റ് എക്കണോമിയിൽ ഓർമ്മയില്ല. ഗിനി കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനീക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഗിനി കോഫിഷ്യന്റ്. എക്കണോമിയിൽ കുറെ കേർവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കുസ്നെറ്റ്സ് കർവ്, ലാഫർ കർവ്, ലോറൻസ് കർവ്. അതിൽ ഏത് കർവാ ഗിനി കോഫിഷ്യന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ലോറൻസ് കർവാണ് ഗിനി കോഫിഷ്യന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഗിനി കോഫിഷ്യന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഇനീക്വാളിറ്റി ഓഫ് എ റീജിയൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക, ഇതാണ് ലോറൻസ് കർവ്. ലോറൻസ് കർവിൽ എക്സ് ആക്സിസിൽ പോപ്പുലേഷന്റെ കേസ് കൊടുത്തിരിക്കുന്നു, വൈ ആക്സിസിൽ വി ഹാവ് ദി നാഷണൽ ഇൻകം. ഇപ്പൊ ഇവിടെ ഒരു 45 ഡിഗ്രി ലൈൻ നിങ്ങൾക്ക് പോകണം കാണാലോ. ദിസ് ഇസ് ദി ലൈൻ ഓഫ് പെർഫെക്റ്റ് ഈക്വാലിറ്റി. അപ്പൊ അതെങ്ങനെ പെർഫെക്റ്റ് ഈക്വാലിറ്റി ലൈൻ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 20% പോപ്പുലേഷൻ 20% ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ഈ ഈക്വാലിറ്റി ലൈനിന്റെ മുട്ടി. അത് ഞാൻ എക്സ് ആക്സിൽ എടുത്തു കഴിഞ്ഞാൽ 20ലേക്ക് തന്നെ വന്ന് നിൽക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദാറ്റ് 20% ഓഫ് ദി പോപ്പുലേഷൻ ഹോൾഡ്സ് 20% ഓഫ് നാഷണൽ ഇൻകം. ഇപ്പോൾ 50% ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ലൈൻ താഴേക്ക് വെച്ചാൽ അത് 50% വന്ന് നിൽക്കും. സോ ദാറ്റ് ഷോസ് ദാറ്റ് 50% ഓഫ് ദി പോപ്പുലേഷൻ ഹോൾഡ്സ് 50% ഓഫ് ദി ഇൻകം. സോ ദാറ്റ് മീൻസ് എല്ലാവർക്കും ഈക്വലി ഇൻകം കിട്ടുന്നു. ശരിക്കും അങ്ങനെയാണോ? അല്ല. നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദി വെൽത്ത്, ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് ദി വെൽത്തും ഇൻകം എന്താണ്? മിനിമം പോപ്പുലേഷന്റെ കയ്യിലാണ്, കുറച്ച് പേരുടെ കയ്യിലാണ്, അല്ലെ? അറൌണ്ട് 10 to 20% ഹോൾഡ്സ് ദി 80% ഓഫ് ദി വെൽത്ത് ഇൻ ഇന്ത്യ. അതാണ് കേസ്. അപ്പൊ ഇനീക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇനീക്വാളിറ്റി ബേസിൽ വരച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വരച്ച് നമുക്ക് കിട്ടുന്ന ലൈൻ ആണെന്താ? ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി ഇനീക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു ക്യാൻ സി അതുകൊണ്ട് അഡ്ജസ്റ്റ് ലൈനാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. സോ ഇത്രയും ഭാഗം ഈക്വാളിറ്റി എന്നുള്ള ഗ്യാപ്പാണ്. സോ ദിസ് ഇസ് ദി ഇനീക്വാളിറ്റി ഗ്യാപ്പ്. അപ്പൊ ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗിനി കോഫിഷ്യന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഗിനി കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിനെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദി ഏരിയ അണ്ടർ ദിസ് പാർട്ട് ഓഫ് ദി ഗ്രാഫ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഇപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കുന്നത് എ ബി. ദിസ് ഇസ് എ, ദിസ് ഇസ് okay, this is B, this is C, this is D. അങ്ങനെ പേര് കൊടുക്കുന്നു വിചാരിക്കുക. സോ ഏരിയ അണ്ടർ എ ബി ഡി എ ഡിവൈഡഡ് ബൈ ഏരിയ അണ്ടർ എ ബി സി എ. അതാണ് ഗിനി കോഫിഷ്യന്റ്. സോ ഗിനി കോഫിഷ്യന്റ് വാല്യൂ വിൽ ബി ഓൾവേസ് ബിറ്റ്വീൻ 0 to 1. 0 ആണെങ്കിൽ അർത്ഥം എന്താ? ഈ ഗ്യാപ്പ് ഇല്ല, ഇത് 0 ആണെന്നല്ല അർത്ഥം. ദാറ്റ് മീൻസ് പെർഫെക്റ്റ് ഈക്വാലിറ്റി. 1 മീൻസ് ഹൈ ഇനീക്വാലിറ്റി. അപ്പൊ 0 നും 1 ഇടയിലാണ് ഇനീക്വാലിറ്റിന്റെ വാല്യൂ വരിക. അത് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് പെർഫെക്റ്റ് ഈക്വാലിറ്റി. അവിടെ ഇനീക്വാലിറ്റിയിൽ എല്ലാവർക്കും ഈക്വൽ ഇൻകം. 1 ആണെങ്കിൽ ഹൈ. അപ്പൊ 1 അടുക്കും തോറും ഇനീക്വാലിറ്റി കൂടുതലാണെന്ന് അർത്ഥം. അപ്പൊ എന്താണ് ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വന്ന കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആസ് പെർ വേൾഡ് ബാങ്ക് റിപ്പോർട്ട്, ദ എക്സ്ട്രീം പോവർട്ടി ഹാസ് drastically reduced in India and inequality has decreased as well. നോക്കുക, the Gini coefficient which measures inequality was reported to have fallen from 0.288 in 2011-12 to 0.255 in 2023, suggesting that India has one of the lowest level of inequality globally. ഇത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ധാരാളം ക്രിറ്റിസിസംസ് വന്നു. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, വേൾഡ് ബാങ്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കൺസംഷൻ വെച്ചിട്ടാണ്. വെൽത്തിന്റെ കേസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ കൺസപ്ഷൻ ബേസിലുള്ള ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഇൻകത്തിന്റെയോ വെൽത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് എടുത്തു, ആ സ്ഥലത്ത് പല രീതിയിലുള്ള ഇൻകം ഉള്ള ആൾക്കാർ താമസിക്കുന്നു, പല വെൽത്തുള്ള ആൾക്കാർ താമസിക്കുന്നു. ഇപ്പൊ എല്ലാ വീട്ടിലും ഇവിടെ എല്ലാ വീട്ടിലും 3 പേര് വെച്ചാണുള്ളതെന്ന് വിചാരിക്കാം. ഇൻകം പലരുടെയും പലതാണ്. പക്ഷെ ഈ 3 പേരുടെ വീട്ടിലേക്ക് നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ ഒരേ എമൗണ്ട് ഓഫ് അരിയല്ല എല്ലാ വീട്ടിലേക്കും വാങ്ങിക്കുക. എൻ്റെ കുറെ പൈസ എന്ന് വെച്ചാൽ 30 കിലോ അരി വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ബേസിക്കലി കൺസംഷൻ എല്ലായിടത്തും എന്തായിരിക്കും, ഏകദേശം ഒരേപോലെ ആയിരിക്കും. അവിടെ ഇനീക്വാളിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും.
പക്ഷെ വെൽത്തിന്റെ കേസിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ കൺസംഷൻ ബേസ്ഡ് ഇനീക്വാളിറ്റി വന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാതെ വെൽത്തിന്റെ കേസിലോ ഇൻകമിന്റെ കേസിലോ നമ്മുടെ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് എന്ത്? അതാണ് ഇതിൽ വന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം. ഉദ്ദേശിച്ച കാര്യം മനസ്സിലായോ? ഓക്കെ. സോ ഗിനി കോഫിഷ്യന്റ് പ്രകാരം ഇന്ത്യയുടെ ഫോർ എക്സാമ്പിൾ 2.28 നിന്ന് കുറഞ്ഞു എന്നാണ് പറയുന്നത്. സോ ഗിനി കോഫിഷ്യന്റ് മെഷേഴ്സ് ദി ഡിഗ്രി ഓഫ് ഇൻകം ഇനീക്വാളിറ്റി ഇൻ എ പോപ്പുലേഷൻ. ഇറ്റ് ക്യാൻ വേരി ഫ്രം 0 ദാറ്റ് ഇസ് പെർഫെക്റ്റ് ഈക്വാളിറ്റി ടു 1 ദാറ്റ് ഇസ് പെർഫെക്റ്റ് ഇനീക്വാളിറ്റി. അപ്പൊ നമ്മളിപ്പോ 0.2 എന്നൊക്കെ പറയുമ്പോൾ വളരെ താഴ്ന്നു കിടക്കുന്ന പറയുന്നത്. അപ്പോ പറയേണ്ടത് എന്താണ്? ഇന്ത്യയിൽ ബേസിക്കലി ഇനീക്വാളിറ്റി കൺസംഷന്റെ കേസിൽ മാത്രമേ കുറയുന്നുള്ളൂ. പക്ഷെ വെൽത്തിന്റെ കേസിലോ അല്ലെങ്കിൽ ഇൻകത്തിന്റെ കേസിലോ അത് ഇപ്പോഴും എന്താണ്? കൂടുതൽ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര ഇനീക്വാളിറ്റി? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദിസ് ഇനീക്വാളിറ്റി ഇൻ ഇന്ത്യ? വാട്ട് ആർ ദി കോസസ്? ഒന്ന്, വേരിയേഷൻസ് ഇൻ റീജിയണൽ ഗ്രോത്ത്. എന്താ വേരിയേഷൻസ് ഇൻ റീജിയണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല ഗ്രോത്ത് വരുന്നത്. ഗ്രോത്ത് ഈസ് മെയിൻലി അർബൻ സെൻട്രിക്. മെയിൻലി അർബൻ റീജിയൻസിലാണ് എന്ത്? കൂടുതൽ ഗ്രോത്ത് വരുന്നത്. റൂറൽ റീജിയൻസിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുറവാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. നോക്കുക, ഗ്രോത്ത് ഇൻ അർബൻ സെൻട്രിക്, അതായത് ടോപ്പ് 10 cities അലോൺ അക്കൗണ്ട് ഫോർ 30% ഓഫ് ദി നാഷണൽ GDP. ഇന്ത്യയിലെ 10 മേജർ സിറ്റീസ് ആണ് 30% ഓഫ് നാഷണൽ GDP ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി സ്ഥലത്തപ്പം എന്താണ്? കുറവാണ്. ദെൻ വേരിയേഷൻസ് ഇൻ എക്കണോമിക് ഗ്രോത്ത്. സർവീസ് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് സെക്ടർ നല്ല ഗ്രോത്ത് ആണ്. നേരെ മറിച്ച് അഗ്രികൾച്ചറോ കുറവാണ്. പക്ഷെ മെജോറിറ്റി ഓഫ് ദി വർക്കിംഗ് പോപ്പുലേഷൻ എവിടെയാ? അഗ്രികൾച്ചറിൽ. അതായത് 40 to 45% ഓഫ് ദി പോപ്പുലേഷൻ വർക്കിംഗ് ഇൻ അഗ്രികൾച്ചർ. പക്ഷെ അഗ്രികൾച്ചർ ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ഓൺലി 17%, 16% GDP. ഇപ്പൊ നോക്കുക, സർവീസ് സെക്ടർ ഹാസ് ഇമ്മൻസ് ഗ്രോത്ത് വൈൽ മാനുഫാക്ചറിംഗ് ഷെയർ ദി GDP ഹാസ് സ്റ്റാഗ്നേറ്റഡ് അറ്റ് 15 to 17%. അപ്പോൾ എല്ലായിടത്തേക്കും ഈക്വലി അല്ല ആ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ ഇഷ്യൂസ് ഇൻ ടാക്സ് കളക്ഷൻ. റിപ്പോർട്ട്സ് പറയുന്നത് ഇന്ത്യയിലെ വെൽത്തിയസ്റ്റ് പീപ്പിൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ സോക്കോൾഡ് ബിഗ് കോർപ്പറേറ്റ്സ് ദേ ആർ മോസ്റ്റ്ലി അണ്ടർ ടാക്സ്ഡ്. അണ്ടർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ശരിക്കും അവരുടെ ഇൻകത്തിൽ ടാക്സബിൾ ആവേണ്ട എമൗണ്ട് അത്രയും ടാക്സ് ആവുന്നില്ല എന്നൊരവസ്ഥ. അപ്പൊ അവിടെ തന്നെ നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ ഡിപ്പെൻഡൻസ് ഓൺ ഇൻഡയറക്ട് ടാക്സ്. അല്ലെ? ഇന്ത്യയിലെ ടാക്സേഷൻ എങ്ങനെയാണ്? നമ്മൾ പൊതുവെ പറയില്ല 3 ടൈപ്പ് ഓഫ് ടാക്സേഷൻ. എന്തൊക്കെയാ? പ്രോഗ്രസീവ്, റിഗ്രസീവ്. എന്താ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻകം കൂടുമ്പോ ടാക്സ് ആണോ കൂടുന്നത്? ഇൻകം കൂടുമ്പോൾ എന്താ കൂടുന്നത് പ്രോഗ്രസീവ് ടാക്സേഷനിൽ? ഇൻകം കൂടുമ്പോൾ ടാക്സ് റേറ്റ് കൂടും. 20%, 30%, 40%. എന്താ റിഗ്രസീവ് ടാക്സ്? ടാക്സ് റേറ്റ് കുറയും. നമ്മുടെ ഡയറക്ട് ടാക്സ് എന്ത് ടാക്സ് ആണ്? പ്രോഗ്രസീവ് ആണ്. പ്രൊപ്പോർഷണൽ ടാക്സ് ഉണ്ട്, അതെന്താ? എല്ലാവർക്കും 20%. സോ ബേസിക്കലി നമ്മുടെ ഡയറക്ട് ടാക്സ് എന്ത് ടാക്സ് ആണ്? പ്രോഗ്രസീവ് ആണോ റിഗ്രസീവ് ആണോ? പ്രോഗ്രസീവ് ആണ്. ഓക്കെ. ഇൻഡയറക്ട് ടാക്സോ? ഇൻഡയറക്ട് ടാക്സ് പ്രോഗ്രസീവ് ആണോ റിഗ്രസീവ് ആണോ? ഇൻഡയറക്ട് ടാക്സ് എന്താണെന്ന് അറിയില്ല. എന്താ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ടാക്സ് എന്ന രീതിയിൽ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പേ ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് വിൽ ബി ചാർജ് വിത്ത് ദി പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്. അങ്ങനെയല്ലേ? അത് പ്രോഗ്രസീവ് ആണോ റിഗ്രസീവ് ആണോ? റിഗ്രസീവ് ആണ്. അതെങ്ങനെ റിഗ്രസീവ് ആവുന്നത്? പറഞ്ഞോളൂ. റിഗ്രസീവാ. അതെങ്ങനെ റിഗ്രസീവ് ആവുന്നത് വെച്ച് കഴിഞ്ഞാല് ലോ ഇൻകം ഉള്ളവർക്കും സെയിം ആയിട്ടല്ലേ വാങ്ങിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എന്റെ മന്ത്ലി ഇൻകം 10,000 rupees ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ശ്രീലക്ഷ്മിയുടെ മന്ത്ലി ഇൻകം മേ ബി 1 lakh rupees ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ രണ്ടുപേരും 5,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി. 5,000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അതിൽ 1,000 rupees ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് പേ ചെയ്തു. ഞാനും 1,000 rupees പേ ചെയ്തു, ശ്രീലക്ഷ്മി 1,000 rupees പേ ചെയ്തു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ 10,000 വരുന്ന ഇൻകത്തിന്റെ 10% ഞാൻ ടാക്സ് ആയി കൊടുത്തു. ശ്രീലക്ഷ്മിയോ 1% കൊടുത്തുള്ളൂ. സോ ദാറ്റ് ഈസ് റിഗ്രസീവ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം. സോ ടാക്സ് കളക്ഷനിൽ പ്രശ്നമുണ്ട്. അതായത് ഹൈലി വെൽത്തിയസ്റ്റ് ആയ ഇൻഡിവിജ്വൽസ് എന്നുള്ള ടാക്സിങ് ദേ ആർ ബേസിക്കലി അണ്ടർ ടാക്സ് എന്ന് പറയുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോർമൽ എക്കണോമിയിൽ പ്രശ്നമുണ്ട്. 90% വർക്ക് ഫോഴ്സും ഇൻഫോർമൽ ആണ്. അപ്പൊ അവർക്ക് ജോബ് സെക്യൂരിറ്റി ഇല്ല, പുവർ വേജസ് കുറവാണ്, ഇൻക്രിമെന്റ് ഉണ്ടാവില്ല. അപ്പൊ അത് ഇനീക്വാളിറ്റി കാരണമാണ്. ജെൻഡർ ഡിസ്പാരിറ്റി ഇവിടെയുണ്ട്, നമുക്കറിയാം ഫീമെയിലിന്റെ കേസ്. ദെൻ ഇനീക്വാളിറ്റി കർബ്സ് ഓവറോൾ കൺസംഷൻ ഡിമാൻഡ്. അതായത് ടോപ്പ് 10% ഓഫ് ദി wealthiest people in India,
they hold 77% of the wealth. അതായത് 10% ഓഫ് ആൾക്കാരാണ് എന്ത് 77% ഓഫ് വെൽത്ത് ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി 90% കൂടി 23% ഉള്ളൂ. അതിലും മിഡിൽ ഇൻകം ഉണ്ട്, ലോ ഇൻകം ഉണ്ട്. അപ്പൊ അവർക്ക് സ്റ്റാഗ്നൻസി ആണ്, അതിന് മുകളിലേക്ക് ഉയർന്നു വരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം വെൽത്ത് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂ ഹാൻഡ്സ്. പക്ഷെ ടാക്സിന്റെ ബർഡൻ എങ്ങനെയായിരിക്കും? അത് എല്ലാവരിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്താ, ദീസ് ആർ ദി റീസൺസ്. അപ്പൊ എന്താണ് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഇൻ ദിസ് റിഗാർഡ്? ഈ റിഗാർഡിൽ ഗവൺമെന്റ് കൊണ്ട ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം. എന്താ പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം? നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ഇൻകം കൂടുന്ന ടാക്സ് കൂടുന്ന പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം ഉണ്ട്. ദെൻ സബ്സിഡീസ് കൊടുക്കുന്നു. അതായത് ലൈക്ക് ഇൻകം ബേസിൽ ഇനീക്വൽ ആയ ആൾക്കാർക്ക് നമ്മൾ ഫുഡ്, ഗ്രെയിൻസ്, ഫെർട്ടിലൈസർ സബ്സിഡീസ് കൊടുക്കുന്നു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി വില കുറഞ്ഞ ഫുഡ് കൊടുക്കുന്നു. പിന്നെ റിസർവേഷൻ അല്ലെ, ഹെൽത്ത് കെയർ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതായത് ഇപ്പോൾ ആൾക്കാർക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഫോർ ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രോഗ്രാംസ് കൊടുക്കുന്നു, നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവരുന്നു. ദെൻ എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ എക്സ്പെൻസും കുറയ്ക്കാൻ പറ്റും. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, സർവ്വശിക്ഷ അഭിയാൻ പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ദെൻ സ്കിൽ ഇന്ത്യ മിഷൻസ്, അവർക്ക് ഉയർന്നു വരാൻ വേണ്ടി സ്കിൽ ഇന്ത്യ മിഷൻസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ വി ഹാവ് ദി മുദ്ര ലോൺസ് പോലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാംസ് പോലെ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഇൻക്ലൂസീവ് ആയിട്ട് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, അല്ല ഈ ഇനീക്വാളിറ്റി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ദിസ് ഈസ് ഓൾസോ ബാക്ക്ഡ് ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. നമ്മൾ DPSP പറയുന്നുണ്ട് റെഡ്യൂസിങ് ഇനീക്വാളിറ്റി. ഫണ്ടമെന്റൽ റൈറ്റ്സ് 14, 15, 16 നമ്മൾ പറയുന്നുണ്ട്. സോ ആ രീതിയിൽ വി ആർ ട്രൈങ് ടു റെഡ്യൂസ് ഇനീക്വാളിറ്റി. അപ്പൊ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വി ആർ ട്രൈങ് ടു റെഡ്യൂസ് ഇനീക്വാളിറ്റി. ഈ ഇനീക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ്? ഇനീക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ്? can you tell me? ഇനീക്വാളിറ്റി കൂടി എന്താ പ്രശ്നം ഉണ്ടാവാന്ന് ചോദിക്കുക. എല്ലാത്തിലും ഡിസ്പാരിറ്റി വരും. എഡ്യൂക്കേഷനിൽ ഡിസ്പാരിറ്റി വരും അല്ലെ. ലൈക്ക് ഇൻകം ഉള്ള ആൾക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ മറ്റാൾക്ക് കിട്ടില്ല. ഹെൽത്തിൽ ഡിസ്പാരിറ്റി വരും. പൈസ ഉള്ള ആൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത്രയും സ്പെഷ്യാലിറ്റിയിൽ പോകാൻ പറ്റില്ല. ദെൻ സോഷ്യൽ മൊബിലിറ്റിയിൽ വ്യത്യാസം വരും. എന്താ സോഷ്യൽ മൊബിലിറ്റി? വാട്ട് ഈസ് സോഷ്യൽ മൊബിലിറ്റി? സോഷ്യൽ മൊബിലിറ്റി എന്താണ്? പ്രൈഡ്, സോഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അല്ലെ. സോ വെൻ യു ആർ ഗെറ്റിംഗ് റിച്ചർ, നിങ്ങളുടെ വെൽത്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് സോഷ്യലി നിങ്ങൾ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയർന്നു വരും. സോഷ്യൽ മൊബിലിറ്റി മുകളിലേക്ക് വരും. സോഷ്യൽ മൊബിലിറ്റി അപ്പൊ എന്താ വെച്ചാൽ സം പീപ്പിൾ ഗെറ്റ് സ്റ്റക്ക് ഇൻ ദി വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി. പോവർട്ടിയുടെ സൈക്കിൾ തന്നെ പെട്ട് കഴിഞ്ഞാൽ ദർ ഇസ് നോ റെസ്ട്രിക്റ്റഡ്, അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആവും. ദെൻ ദേ വിൽ ബി മോർ വൾണറബിൾ. ഇപ്പൊ ഡിസാസ്റ്റർ വന്നോട്ടെ, എന്തെങ്കിലും ഇഷ്യൂ വന്നോട്ടെ, ഹെൽത്ത് ഇഷ്യൂ വന്നോട്ടെ, ദേ വിൽ ബി മോർ വൾണറബിൾ. ആൻഡ് അതേകൊണ്ട് തന്നെ ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ്ഡ് ക്രൈം റേറ്റ്സ്, അല്ലെങ്കിൽ ഈ ആന്റി ഗവൺമെന്റ് മൂവ്മെന്റ്സ്, ഇപ്പൊ നെക്സലിസം പോലുള്ള മൂവ്മെന്റ്സിനൊക്കെ കാരണമാകും. സോ ഓൾ ദീസ് ആർ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ രീതിയിൽ വെൻ യു ഹിയർ എ ടോപ്പിക്, വെൻ യു റീഡ് എ ടോപ്പിക്, നിങ്ങൾ ഈ പറയുന്ന പോലെ എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോൾ ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നുള്ള സാധനത്തിനെ പിക്ക് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്. യു ഷുഡ് ബി കണക്ടിങ് ഇറ്റ് ടു എ മേജർ തീം. ആ തീം ബേസ്ഡ് ആണ് UPSC ചോദിക്കുക. അങ്ങനെ കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോയിന്റ്സ് നമുക്ക് മെയിൻസിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രിലിംസിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്ത് തന്നെ പഠിക്കണം, സ്റ്റാറ്റിൽ കണ്ടിട്ട് പഠിക്കണം. അത് ഇപ്പോഴേ നിങ്ങൾ ഒരുപാട് കണ്ടിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായിക്കും, പഠിക്കാൻ ശ്രമിക്കും, മറക്കും. അത് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കൂട്ടുന്നല്ലാതെ നമുക്ക് ഓർമ്മ വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അത് പഠിക്കേണ്ടത് ഇപ്പോഴല്ല, പഠിക്കേണ്ടത് ഈ രീതിയിലും അല്ല. ദാറ്റ് വിൽ ഡു ആസ് ദ ടൈം പ്രോഗ്രസ് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാം. സോ നമ്മൾ ഏകദേശം ഒരു 6-7 ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത്. ഇത് അതിന്റെ എല്ലാ പെർസ്പെക്റ്റീവ് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഗോ ത്രൂ ദീസ് നോട്ട്സ്. ഈ നോട്ട്സ് എടുത്ത് വെക്കാം. ഈ നോട്ട്സ് എടുത്തു വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡെയിലി ആൻസറിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. അത് 2 പ്രാവശ്യം നമ്മൾ ആൻസറിൽ കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ മനസ്സിൽ കിടന്നു. ദാറ്റ്സ് ഹൗ യു റിമെമ്പർ ദീസ് ഫാക്ട്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഈ ഫ്രൈഡേ തൊട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ വരെയുള്ള കറണ്ട് അഫയേഴ്സ് വി വിൽ ബി ഡീലിംഗ് ഇൻ ദി നെക്സ്റ്റ് സെഷൻ. ഓക്കെ, PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു എവരിവൺ.